Hello, good morning. Morning. Susan ma'am, ma'am Good join morning, good ചെയ്തിട്ടുണ്ടല്ലോ. morning. സ്റ്റാർട്ട് ചെയ്യാല്ലേ മാം? ഓക്കെ അല്ലേ? ഒരു മിനിറ്റ്, ഞാൻ എന്റെ ലാപ്ടോപ്പിൽ ഓപ്പൺ ആക്കാനായിട്ട് ഒരു ഇച്ചിരി ഡിലേ വന്നു. ജസ്റ്റ് ബെയർ വിത്ത് മീ ഫോർ എ സെക്കൻഡ്. ഓക്കെ മാം. കുഴപ്പമില്ല, സോറി. ഞാൻ ലാപ്ടോപ്പിൽ ഇന്നലെ എല്ലാം റെഡിയാക്കി വെച്ചെങ്കിലും ഇന്നിപ്പോ അത് ശരിയായില്ല. സോ ഐ ജസ്റ്റ് ജോയിൻ വിത്ത് ദിസ്. ഓക്കെ, അത് ഇടയ്ക്ക് റെഡിയായി വരുവാണെങ്കിൽ അതിലോട്ട് പോവാം. എന്നെ കാണാൻ പറ്റുന്നുണ്ടല്ലോ? Yes, ma'am. ഓക്കെ, ഒരു മിനിറ്റ്, ലാപ്ടോപ്പ് ഓൺ ആയി വന്നേ. Let's see if I can Recording in progress. ഇത് രണ്ടും ഓൺ ആക്കിയേക്കുന്നുണ്ടാന്ന് തോന്നുന്നു. എക്കോ കേൾക്കുന്നല്ലേ? എക്കോ വരുന്നുണ്ട്. Okay. We'll go ahead and oh, they're echoing again. മാമും മൊബൈലിലും ലാപ്ടോപ്പിലും ഉണ്ടെന്ന് തോന്നുന്നു. ഒരെണ്ണം മ്യൂട്ട് ആക്കേണ്ടി വരും. അതെ. ഓക്കെ, ഫൈനലി. ഓക്കെ, ഇപ്പൊ വന്നില്ലേ? വീഡിയോ ഓണല്ല. വീഡിയോ ആണോ? കാണാവോ? Yes, am I audible and visible? No, ma'am. കേൾക്കാം, പക്ഷെ കാണാൻ പറ്റുന്നില്ല. ഇപ്പൊ ഓക്കെ. ഓക്കെ, കാണാമോ? ഇല്ലല്ലോ, കാണുന്നില്ല. Okay, wait a second. Yes, ipo you should be able to see me. കാണാം. Okay, fine. So sorry about the glitches. A very good morning to each and every one of you. I am audible and visible, right? Yes? Respond to you. വിസിബിൾ ആണ്, പക്ഷെ റൗസർ എന്തെങ്കിലും നെറ്റ്വർക്കിന്റെ എന്തോ പ്രോബ്ലം ഇടയ്ക്ക് വന്നും പോവുകയും ചെയ്യാം. കേൾക്കാൻ പറ്റുന്നുണ്ട്, പക്ഷെ യുവർ വീഡിയോ ഈസ് Okay, then forget about the video for now. I'll continue. I don't want to take too much time. Okay? Okay, sure. Shall I go ahead? Yeah, please. Okay. Yes, a very good morning to each and every one of you. ഇന്നത്തെ ദിവസം ജാനുവരി 7th 2006 മോർണിംഗ് സർക്കിളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് സൂസൻ. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ കേൾക്കാനും കാണാനും പറ്റുന്നുണ്ട്. പറഞ്ഞോളൂ മാം, കണ്ടിന്യൂ ചെയ്തോളൂ. യെസ്. ഓക്കെ, അപ്പോൾ കാരണം എനിക്കിവിടെ ബ്ലാങ്ക് സ്ക്രീൻ ആണ് കാണിക്കുന്നത്. നെറ്റ്വർക്ക് ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഐ ജസ്റ്റ് ഇടയ്ക്ക് റെസ്പോണ്ട് ചെയ്യണേ. അതർവൈസ് ഐ വുഡന്റ് നോ വെദർ യു ആർ ഏബിൾ ടു ഹിയർ മീ ഓർ സീ മീ. ഓക്കെ, യെസ്. ഇന്നത്തെ ദിവസം ഇങ്ങനെ ഇവിടെ വന്ന ഒരു സെഷൻ അവതരിപ്പിക്കാനായിട്ടൊരു അവസരം കിട്ടിയതിന്
പ്രത്യേകം നന്ദി. വിംബിൾ ടീമിന് പ്രത്യേകം നന്ദി. മോർണിംഗ് സർക്കിൾ, ഐ എം റിയലി എനർജൈസ്ഡ് ബൈ മോർണിംഗ് സർക്കിൾ. കാരണം ഇറ്റ് ഗിവ്സ് മീ ആൻ ഓപ്പർച്യൂണിറ്റി പല വ്യത്യസ്തങ്ങളായ ടോപ്പിക്കുകളെ പറ്റി കേൾക്കാനും അതുപോലെ നമ്മുടെ അഭിപ്രായങ്ങൾ പറയാനും ഷെയർ ചെയ്യാനും ഡിസ്കസ് ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു അവസരമാണ്. ആൻഡ് ഐ ഫീൽ ദാറ്റ് ഇറ്റ് ഈസ് എ വെരി ഗുഡ് പ്ലാറ്റ്ഫോം ആൻഡ് ഐ congratulate Wimble team for that, and I especially express my gratitude for giving me this opportunity to do this presentation here. ഇന്നത്തെ എൻ്റെ first of all I'll introduce myself. My name is Susan and I'm a consultant psychologist and an educational consultant and trainer. ടീച്ചിങ്ങിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടാണ് ഞാൻ ഇതിലേക്ക് വന്നത്. That keeps me alive and that keeps me energetic and നല്ല എനർജറ്റിക് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് ലൈഫ് ലോങ് ലേണിംഗിൽ ബിലീവ് ചെയ്യുന്ന ഒരാളാണ്. സോ ഓൾ ദീസ് തിങ്സ് കീപ് മീ സജീവമായിട്ട് ഇതിനകത്ത് നിലനിൽക്കാനായിട്ട് എന്നെ സഹായിക്കുന്നു. സോ താങ്ക് യു വെരി മച്ച്. പിന്നെ ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക് കേൾക്കുന്നുണ്ടല്ലേ? ഓക്കെ. ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക് നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമായിരിക്കുമല്ലോ. വിങ്ഡ് വിസ്ഡം ലൈഫ് ലെസൺസ് ഫ്രം ബേർഡ്സ് എന്നുള്ളതാണ്. ചെറിയ ജീവികളായ ഈ പക്ഷികളിൽ നമുക്ക് എന്തൊക്കെ പഠിക്കാൻ പറ്റുമെന്ന് നമ്മൾ ചിന്തിക്കാം. പക്ഷേ നമുക്ക് ധാരാളം അവരിൽ നിന്ന് പഠിക്കാനുണ്ട്. പ്രകൃതിയുടെ ചിറകുള്ള അത്ഭുതങ്ങളായ ഈ പക്ഷികളിൽ നിന്ന് നമുക്ക് പഠിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ പക്ഷികളിൽ നമുക്ക് പലത് പഠിക്കാൻ സാധിക്കുന്നുണ്ടെന്ന്? റെസ്പോണ്ട് ചെയ്യുവോ? ഹലോ. തീർച്ചയായിട്ടും മാം. പക്ഷികളിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടുന്നില്ലേ? ഓക്കെ, താങ്ക് യു വെരി മച്ച്. അപ്പം ഈ ഉയരത്തിൽ പറക്കുന്ന ഈഗിള് തൊട്ട് കുഞ്ഞു കുരുവികൾ വരെ അവരിൽ നിന്നൊക്കെ നമുക്ക് പല കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് പക്ഷികളുടെ മൈഗ്രേഷനെ പറ്റി നോക്കാം. മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യുമോ? ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്കും പറന്നുപോയി താമസിക്കുന്ന ദേശാടനം. റൈറ്റ്, ദാറ്റ്സ് റൈറ്റ്, ദേശാടന പറക്കൽ. അതായത് കാലാവസ്ഥയുടെ മാറ്റങ്ങളിൽ അനുകൂലമല്ലാത്ത കാലാവസ്ഥയാകുമ്പോൾ, അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണം ലഭിക്കാതിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ റീപ്രൊഡക്ഷന്റെ ഏറ്റവും ആ സമയത്ത് ഏറ്റവും ഉചിതമായ സ്ഥലം കിട്ടുന്നതിന് വേണ്ടി അവര് എല്ലാ വർഷവും, എല്ലാ പക്ഷികളും അല്ല, ചില പക്ഷികൾ വർഷം തോറും പ്രത്യേക ഒരു സമയത്ത് അവരെ ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് വളരെ ദൂരം സഞ്ചരിക്കാറുണ്ട്. ചില പക്ഷികളൊക്കെ 65,000 മൈലുകളൊക്കെ ദൂരെ പോകുമെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ വളരെ ദൂരത്തിലേക്ക് അവര് ഒരിടത്ത് നിന്ന് പോകുന്നു, മറ്റൊരിടത്തെത്തി അവിടെ നിശ്ചിത പാതയിൽ കൂടിയാണ് അവർ പോകുന്നത്. ദീർഘദൂരം അവർ സഞ്ചരിച്ച് അവിടെ എത്തി അവിടുത്തെ അവരുടെ ദൗത്യം അല്ലെങ്കിൽ അവരുടെ കഴിഞ്ഞിട്ട് എക്സ്പീരിയൻസ് അവിടുത്തെ കഴിഞ്ഞിട്ട് അത് ഒരു കൃത്യസമയത്ത് തന്നെ തിരിച്ചു വരികയും ചെയ്യും. അവരുടെ ഒരു ഇന്റേണൽ ക്ലോക്ക് ആണ് ഇത് നിയന്ത്രിക്കുന്നത്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് എന്താ പഠിക്കാൻ പറ്റുന്നത് നോക്കാം. ഇതൊരു ടീം വർക്കാണ്. എൻ്റെ PPT ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷെ ഞാനതൊന്ന് ഷെയർ ചെയ്യാനൊന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ലാത്തതുകൊണ്ട് ഒന്നും ഷെയർ ചെയ്യാൻ പറ്റില്ലല്ലോ. അല്ലെ ഞാൻ ഷെയർ അടിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് ഞാൻ വേണേ നോക്കാം. മാം ഷെയർ ചെയ്തോളൂ. ഹോസ്റ്റ് ആക്കിയിട്ടില്ല എന്ന് തോന്നുന്നു സജന മാം. ഒന്ന് ഹോസ്റ്റ് ആക്കുമോ ഒന്ന്? ഷെയർ ചെയ്തോളൂ മാം. ഓക്കെ ഓക്കെ, ഓപ്പൺ ആയി വരുന്നുണ്ട്. അപ്പോൾ വൈൽ ഇറ്റ്സ് ലോഡിങ് ഐ കീപ് ടോക്കിംഗ്. അപ്പൊ ഇതൊരു ടീം വർക്ക് ആണ് കാണിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഗീസിന്റെ കാര്യം എടുത്താല് നമുക്കത് കാണാം. അവരിങ്ങനെ ഒരു വി ഫോർമേഷനിലാണ്. ഇപ്പൊ കാണാമോ നിങ്ങൾക്ക്? എന്റെ PPT കാണാമോ? ഇല്ല മാം. ഓക്കെ, ഒരു മിനിറ്റ് ഞാൻ ഷെയർ ചെയ്യട്ടെ.
ഓക്കെ, ഇവര് ഒരു വി ഫോർമേഷനിലാണ് പോകുന്നത്. അപ്പം വി ഫോർമേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഏറ്റവും മുന്നിൽ ഒരാൾ ലീഡ് ചെയ്യുന്നു, രണ്ട് സൈഡിലായിട്ട് മറ്റ് പക്ഷികള് കൂടെ പറക്കുന്നു. അപ്പൊ ഈ ലീഡ് ചെയ്യുന്ന ആളെ മുഴുവൻ ദൂരവും അവർ ലീഡ് ചെയ്യല്ല ചെയ്യുന്നേ. വന്നിട്ടുണ്ടോ? ഇല്ല മാം, വന്നിട്ടില്ല. Okay, yeah, no, I have to let go of that. I don't want to waste your time. Okay, അപ്പൊ ഇവരിങ്ങനെ കുഴപ്പമില്ല മാം, ഏ കുഴപ്പമില്ല മാം, ക്ലാസ് എടുത്തോളൂ. PPT ഗ്രൂപ്പ് ഷെയർ ചെയ്താൽ മതി. ഓക്കെ, ഐ വിൽ ഡു ദാറ്റ്. ഓക്കെ, സോറി അബൌട്ട് ദാറ്റ്. നോ പ്രോബ്ലം. അപ്പോൾ ഇവരിങ്ങനെ വി ഫോർമേഷനിൽ പോകുന്നു. അപ്പൊ ഒരാൾ ലീഡ് ചെയ്ത് പോകുന്ന കാരണം ആ ആളാണ് പാത്ത് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. അവർ കൂട്ടമായിട്ട് പോകുന്നു. അപ്പൊ ആ ഒരു പറക്കലിൽ അവർക്കുള്ള അഡ്വാൻറ്റേജ് എന്നാന്ന് ചോദിച്ചാൽ അവർ അന്യോന്യം സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നു. അവരുടെ ഇതിന്റെ ഫ്ലൈറ്റിന് ഒരു ലിഫ്റ്റ് കിട്ടും. പിന്നെ അത് കൂടാതെ ആ ഒരേ ഡയറക്ഷനിൽ എല്ലാവരും മറ്റുള്ള ഡിസ്ട്രാക്ഷനിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് ഈ ഒരു ലക്ഷ്യം മുൻനിർത്തി അവര് ഒറ്റക്കെട്ടായിട്ട് അവിടെ ഒരു ടീം വർക്ക്, കൊലാബറേഷൻ, ഒരു കമ്മ്യൂണിറ്റി ഫീലിംഗ് അതൊക്കെ ഉണ്ട് അവർക്ക്. അപ്പൊ അതുകൊണ്ടുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ജേർണി സ്മൂത്ത് ആയിട്ട് പോവുകയും ചെയ്യും, അവർക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തുകയും ചെയ്യാം. അപ്പൊ ഇതുപോലെ നമ്മുടെ ലൈഫിലും ടീം വർക്ക് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഡെഫിനറ്റ്ലി വി നീഡ് ടു ഡു തിങ്സ്. ചില കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്യേണ്ടതായിട്ടുണ്ട്, പക്ഷെ ചില കാര്യങ്ങൾ കൂടുതൽ ഇഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ടീം വർക്കിൽ കൂടിയാണ്. അപ്പോൾ അത് വീട്ടിലായാലും വർക്ക് പ്ലേസിലായാലും കമ്മ്യൂണിറ്റിയിലായാലും നമ്മൾ ടീമായിട്ട് വർക്ക് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ജോലികൾ മറ്റുള്ളവരുടെ പലരുടെയും സ്കിൽസ് ഒക്കെ നമുക്ക് ഷെയർ ചെയ്യുകയും നമുക്ക് നമ്മുടെ ജോലി നന്നായിട്ട് പൂർത്തിയാക്കുകയും ചെയ്യാൻ പറ്റും. ഈ ഗീസിന്റെ കാര്യം മാത്രമല്ല, നമ്മൾ മറ്റു പക്ഷികളും കാര്യങ്ങൾ എടുക്കാം. ഇപ്പൊ ഞാൻ ഈ എക്സാമ്പിൾ പറയുന്നത് ഒറ്റ ഒരെണ്ണം മാത്രമായിരിക്കില്ല, വേറെ പല പല പക്ഷികളുണ്ട്. ഞാൻ ഓരോ എക്സാമ്പിൾസ് എടുക്കുന്നുള്ളതേ ഉള്ളൂ. വേറൊരു കൂട്ടം പക്ഷികളെ നോക്കുവാണെങ്കിൽ ഫ്ലമിംഗോ, അവര് ഒരുമിച്ചാണ് കൂട് പണിയുന്നത്. അവരുടെ യങ് വൺസിന്റെ സമയമൊക്കെ ആകുമ്പോഴത്തേന് അവർ ഒരുമിച്ച് കൂട് പണിയുന്നു. അതുപോലെ പെലിക്കൻ എന്ന് പറഞ്ഞ പക്ഷി, അതായത് ഞാറപ്പക്ഷി, അവർ ഒരുമിച്ചാണ് മീൻ പിടിക്കുന്നത്. അപ്പൊ അതൊക്കെ ഒരു കോപ്പറേഷനിൽ കൂടിയാണ് അവർ കൊണ്ടുപോകുന്നത്. പിന്നെ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോഴത്തേനെ യൂണിറ്റി സ്ട്രെങ്ത് എന്ന് നമുക്കറിയാമല്ലോ. നമുക്ക് ഒരാൾക്ക് ചെയ്യുന്നതിലും വളരെയധികം കാര്യം ഒരുമിച്ച് കൂടി ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഒരു പക്ഷിയുടെ കൂട്ടിലേക്ക് പാമ്പ് കയറുന്നത് കണ്ടപ്പം ആ പക്ഷിക്ക് തന്നെയായിട്ട് അതിനെ നേരിടാൻ പറ്റാത്തതുകൊണ്ട് കൂട്ടത്തോടെ മറ്റു പക്ഷികളെ വിളിച്ച് അവരെല്ലാം കൂടെ ഒരുമിച്ച് മോബ് ചെയ്ത് ആ പാമ്പിനെ ഓടിച്ചു വിടും. അപ്പൊ അങ്ങനെ ടീം വർക്ക് ഈസ് സംതിങ് ദാറ്റ് വി ക്യാൻ ലേൺ ഫ്രം ദം. ദെൻ അഡാപ്റ്റബിലിറ്റി എന്ന് പറയുമ്പം ഈ ഒരു പ്രതികൂലമായ സാഹചര്യവും കാലാവസ്ഥയും ഉണ്ടാവുമ്പം അതിൽ നിന്ന് അവർക്ക് എങ്ങനെ അതിനെ മാനേജ് ചെയ്ത് അതിൽ നിന്ന് ഒരു ചേഞ്ചിലേക്ക് പോകാമെന്ന്, ഫ്ലെക്സിബിൾ ആയാലും അഡ്ജസ്റ്റ് ആയാലും അഡ്ജസ്റ്റ്മെന്റിനുള്ള ഒരു മെന്റാലിറ്റി ഉണ്ടെങ്കിൽ അത് നടക്കത്തുള്ളൂ. സോ അങ്ങനെ ഈ ഗീസ് വി സീ ദാറ്റ് ഹൗ അഡ്ജസ്റ്റബിൾ ആൻഡ് ഫ്ലെക്സിബിൾ ദേ ആർ. പിന്നെ അതുപോലെ തേൻ കുടിക്കുന്ന പക്ഷികളാണെങ്കിൽ അവർ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പൂവിൽ നിന്ന് മാത്രമല്ല തേൻ എടുക്കുന്നത്, അവർക്ക് കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള പൂവിൽ നിന്നൊക്കെ തേൻ എടുക്കും. അപ്പം വി ഹാവ് ടു ഫൈൻഡ് അവർ ഓൺ നെക്ടർ ഇൻ എവറി സിറ്റുവേഷൻ. അപ്പം നമ്മളും അഡ്ജസ്റ്റബിളും ഫ്ലെക്സിബിളും ആയിരിക്കണം, എന്നാലാണ് നമുക്ക് കാര്യങ്ങൾ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക. അല്ലാതെ ഒരിടത്ത് സ്റ്റക്കായിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അത് നമ്മുടെ ലൈഫിനെ നെഗറ്റീവായിട്ട് ബാധിക്കും. ദെൻ അടുത്തത് ഫോക്കസ് ആൻഡ് പർപ്പസ് ആണ്. ഈ ഗീസിനെ നമ്മൾ കണ്ടില്ലേ, അവർക്ക് ആ ഒരു ലക്ഷ്യം മുൻനിർത്തിയാണ് അവർ പോകുന്നത്. അപ്പൊ ആ നമ്മുടെ ലൈഫിന് ഇതുപോലെ ഒരു ഫോക്കസ് ആൻഡ് പർപ്പസ് ഡെഫിനറ്റ്ലി ഉണ്ടാവണം, എന്നാലാണ് നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് പോകാൻ പറ്റുന്നത്. ദാറ്റ് മീൻസ് ഫോക്കസ് എന്ന് പറയുമ്പോൾ വി ആർ സീറോയിങ് ഇൻ ഓൺ സംതിങ്. ഈവൻ ബേർഡ്സ് ആണെങ്കിൽ ഇപ്പൊ ഹോക്കില്ലേ, നമ്മുടെ പരുന്ത്, അവര് പക്ഷി ഇര പിടിക്കുന്നുണ്ടെ അവര് ഫോക്കസ് ചെയ്ത് ഒറ്റ ഒരെണ്ണത്തിനെയാണ് ഫോക്കസ് ചെയ്ത് പിടിക്കുന്നത്. അപ്പം എന്ന് പറഞ്ഞതുപോലെ നമുക്ക് നമ്മുടെ ജീവിത ലക്ഷ്യങ്ങൾ നേടാനായിട്ട് നമുക്ക് പല കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. സോ വി നീഡ് ടു പ്രയോറിറ്റൈസ്, ആൻഡ് ആ ഒരു പ്രയോറിറ്റൈസ് ചെയ്യുന്ന കാര്യത്തിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് അതിനൊരു ആ പർപ്പസ് മനസ്സിലാക്കി അതിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകും. അപ്പൊ നമ്മൾ ദിവസത്തെ കാര്യം എടുക്കുവാണെങ്കിൽ ഈ ദിവസം എനിക്ക് എന്ത് ചെയ്യാനുണ്ട് എന്നുള്ള കാര്യങ്ങൾ എടുത്തിട്ട് അത് പ്രയോറിറ്റൈസ് ചെയ്യുക. അതുപോലെ ഈ ആഴ്ച എനിക്ക് എന്ത് ചെയ്യാനുണ്ട് എന്നുള്ളത് നോക്കി അതിനനുസരിച്ച് പ്രയോറിറ്റൈസ് ചെയ്യുക. പക്ഷെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യുക. അപ്പം മൾട്ടി ടാസ്കിങ്ങിന് പോകുമ്പോൾ നമുക്ക് ഇതിങ്ങനെ ഫോക്കസും പർപ്പസും ഇഫക്റ്റീവായിട്ട് നടന്നിരിക്കില്ല. അപ്പോൾ
സിംഗിൾ ടാസ്കിങ് ആണ് അതിന് നല്ലത്. അങ്ങനെ നമ്മൾക്ക് എന്താ ചെയ്യാനുള്ളതെന്നൊക്കെ എഴുതി നമ്മൾ ഡിസ്പ്ലേ ചെയ്ത് വെക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ, അപ്പൊ നമുക്കത് നോക്കിയിട്ട് that will motivate us and we can complete our task. So that is focus and purpose. Next is being resourceful. പക്ഷികളൊക്കെ അവരുടെ കൂടുണ്ടാക്കുന്നത് അവർക്ക് അവൈലബിൾ ആയിട്ട് റിസോഴ്സസ്, പരിസ്ഥിതി കിട്ടുന്ന റിസോഴ്സസ് ഉപയോഗിച്ചാണ് അവര് ചെയ്യുന്നത്. അപ്പൊ അവർ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്, പക്ഷികൾ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്, ആർക്കെങ്കിലും റെസ്പോണ്ട് ചെയ്യാമോ അവരുടെ നെസ്റ്റ് ഉണ്ടാക്കാൻ? ഹലോ, കയറ് ഒക്കെ അവര് കമ്പ് ഉപയോഗിക്കും, ഇലകൾ ഉപയോഗിക്കും, മരത്തിന്റെ കൊമ്പുകള്, ചകിരി. റൈറ്റ്, വെരി ഗുഡ്. അപ്പൊ നമ്മുടെ പരിസ്ഥിതിയിൽ അവർക്ക് കിട്ടുന്ന ചെറിയ ചെറിയ വയറുകൾ അങ്ങനെയൊക്കെ അവിടെ കാണുന്ന സാധനങ്ങളൊക്കെ എടുത്തിട്ടാണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതുപോലെ ഇത് നമുക്കൊരു നല്ല പാഠമാണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ഉപയോഗിച്ച് നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് എങ്ങനെ കാര്യങ്ങൾ ചെയ്യാമെന്ന് നമ്മൾ ചിന്തിച്ച് പ്രവർത്തിക്കണം. കാരണം എനിക്ക് ഈ സാധനം കിട്ടിയാലേ എനിക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ എന്ന് നമുക്ക് ചിന്തിച്ചാൽ കാര്യം നടക്കില്ല. അപ്പൊ ഈ ഒരു നമ്മുടെ കോണ്ടെക്സ്റ്റിൽ നമുക്ക് ഫാമിലിയിലാണെങ്കിലും എല്ലാവരും കൂടെ ചേർന്ന് കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേന് ആ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ഉപയോഗിച്ചിട്ട് ചെയ്യുമ്പോഴത്തേന് ദാറ്റ് ഈസ് ബെറ്റർ. പിള്ളേരും ചെറുപ്പത്തിൽ തന്നെ പിള്ളേരെയൊക്കെ അത് പഠിപ്പിച്ചാൽ ദേ ഓൾസോ ഒരു ത്രോ അവേ കമ്മ്യൂണിറ്റിയിൽ നിന്നും ത്രോ അവേ ആറ്റിറ്റ്യൂഡിൽ നിന്ന് മാറി കാര്യങ്ങളൊക്കെ, ഒരു സാധനം നമുക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തതിന് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒരു സാധനം നമുക്കത് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അതെങ്ങനെ ശരിയാക്കി എടുക്കാം. ആൻഡ് ബീയിങ് റിസോഴ്സ്ഫുൾ വിൽ ഓൾസോ ഹെൽപ്പ് us ടു ബി എൻവയൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ അത് സഹായിക്കും. കാരണം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ആണല്ലോ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനിയിപ്പോ നമ്മളൊരു ബഡ്ജറ്റിനകത്ത് വർക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇത്രയും റിസോഴ്സസേ ഉള്ളൂ. അപ്പൊ ആ റിസോഴ്സസിനകത്ത് അത് വർക്കിലാണെങ്കിലും വീട്ടിലാണെങ്കിലും അത് ഉപയോഗിച്ച് we have to stay within that and work according to the resources that are available. So it creates value to whatever that is available to you, and we can use our skills and stay within the resource that is available to you as well. അടുത്തത് ബേർഡ്സിന്റെ കമ്മ്യൂണിക്കേഷൻ ആണ്. അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന നമുക്കറിയാം, അവരുടെ പ്രത്യേകതരമായ ശബ്ദങ്ങളും പാട്ടുകളും ഒക്കെയാണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പം പ്രത്യേകിച്ച് ഈ സമയത്ത് നമ്മുടെ മോർണിംഗ് സർക്കിളിന്റെ ഈ സമയത്ത് നേരം വെളുത്തു വരുന്നേ ഉള്ളൂ. വി ക്യാൻ ഹിയർ ബേർഡ് സിംഗിങ് ഔട്ട്സൈഡ്. അപ്പൊ ആ സമയത്ത് അവർ സിംപ്ലി ജസ്റ്റ് സിംഗിങ് അവേ. അപ്പൊ അതൊരു എക്സ്പ്രഷൻ ആണ് അവരുടെ. അത് കൂടാതെ മേ ബി ദേ ആർ താങ്കിങ് ദെയർ ക്രിയേറ്റർ, മേ ബി ദേ ആർ സിംഗിങ് ഔട്ട് ഓഫ് ജോയ്, അല്ലെങ്കിൽ ദേ മേ ബി എക്സ്പ്രസിങ് മെസ്സേജസ് വിത്ത് ഈച്ച് അതർ. അത് കൂടാതെ മെയ്റ്റിംഗ് കോൾസിനും അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മുടെ പീക്കോക്ക്, മെയിൽ പീക്കോക്ക് ആണ്, അവര് ഡാൻസിൽ കൂടിയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അവരുടെ ഇണയെ അട്രാക്ട് ചെയ്യാനായിട്ട്. അതുപോലെ നൈറ്റിംഗേലും ഉണ്ട്. നൈറ്റിംഗേൽ ഇതുപോലെ നല്ല പാട്ടിൽ കൂടി ഇണയെ അട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ലൈഫിൽ നമുക്ക് പാട്ട് മാത്രമല്ല, നമ്മുടെ കഴിവിനനുസരിച്ചുള്ള എന്താണ് അത് ഉപയോഗിച്ച് നമുക്കത് ആർട്ട്, മ്യൂസിക്, അല്ലെങ്കിൽ നമ്മുടെ പലതരമായ ക്രിയേറ്റിവിറ്റിയുടെ ഉള്ള സ്കിൽസ്, ഇനി അതുമല്ല നമ്മുടെ സ്പീച്ച് നമുക്ക് ഇഫക്റ്റീവായിട്ട് അത് ഉപയോഗിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ നമുക്ക് നല്ലൊരു നമ്മുടെ ലൈഫിനും സന്തോഷം ഉണ്ടാവും. മറ്റുള്ളവരുമായിട്ട് ചേർന്ന് ഒരു മാൻ ഈസ് നോട്ട് എസ് ഒരു സിംഗിൾ ബീയിങ് അല്ലല്ലോ, ഒരു സോഷ്യൽ ആനിമൽ ആണല്ലോ. അപ്പൊ അത് കാരണം ഒരുമിച്ച് പ്രവർത്തിക്കാനും ഒരുമിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുമായിട്ടൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം കൂട്ടമായിട്ട് പ്രവർത്തിക്കേണ്ട സമയത്ത് കൂട്ടമായി പ്രവർത്തിക്കണമെങ്കിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പൊ കമ്മ്യൂണിക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടന്റ്. അടുത്തത് റെസിലിയൻസ് ആണ്. റെസിലിയൻസ് എന്ന് പറയുമ്പം ഈ പക്ഷികളാണെങ്കിലും അവർ വലിയ പലതരം ബുദ്ധിമുട്ടിൽ കൂടിയാണ് കടന്നു പോകുന്നത്. കുറേയേറെ ചാലഞ്ചസ് അവർ ഫേസ് ചെയ്യാറുണ്ട്. നമുക്കറിയാം, നമ്മൾ പരിസ്ഥിതി നമ്മളെ നോക്കുമ്പോൾ കാണാം പല പക്ഷികളും അവരുടെ ചുണ്ട്, അവരുടെ കാലുകള്, ചിറകുകളൊക്കെ ക്യാച്ച് ചെയ്തിട്ട് അവര് എന്തിനേലുമൊക്കെ കുടുങ്ങിയിട്ട് അവര് പ്രശ്നത്തിൽ പെടുന്നു. അല്ലെങ്കിൽ കാലാവസ്ഥയുടെ പ്രശ്നങ്ങള്, ഹാർഷായിട്ടുള്ള വെതർ, അല്ലെങ്കിൽ ഇലക്ട്രിക് ലൈൻ, അങ്ങനെ ഒത്തിരി പ്രതിസന്ധികളൊക്കെ അവർ നേരിടുന്നുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ അവര് റെസിലിയന്റ് ആയിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പൊ അവർക്ക് ഒരു തിരിച്ചറിവൊക്കെ എങ്ങനെയോ ഉണ്ട്. അപ്പൊ കഴിയുന്നതും അതിൽ നിന്നൊക്കെ ഒഴിവായി അവര്
പോകുന്നു. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിലും റെസിലിയൻസ് വളരെ അത്യാവശ്യമാണ്. ഓരോ പ്രതിസന്ധി നമ്മുടെ ഒരു ജോലി മാറ്റത്തിന്റെ രൂപത്തിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു രോഗമായിരിക്കാം, അല്ലെങ്കിൽ ആരുടെയെങ്കിലും വേർപാടായിരിക്കാം, പ്രിയപ്പെട്ടവരുടെ വേർപാടായിരിക്കാം. അങ്ങനെ പല പല ഫിസിക്കൽ ആൻഡ് മെന്റലി ആയിട്ട് നമുക്ക് പല പല ചാലഞ്ചസ് വരാറുണ്ട്. അപ്പൊ ഈ ചാലഞ്ചസിൽ നിന്നൊക്കെ നമ്മൾ റെസിലിയന്റ് ആയെങ്കിൽ നമ്മൾ അത് തകർന്നു പോകാതെ പിടിച്ചു നിൽക്കാനും സഹിച്ചു നിൽക്കാനും ഒക്കെ ഡെഫിനറ്റ്ലി നമ്മൾ അറിഞ്ഞിരിക്കണം, അത് പഠിച്ചെടുക്കണം, ആ സ്കിൽസ് ഡെവലപ്പ് ചെയ്യണം. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് നമ്മുടെ ലൈഫ് സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അടുത്ത ഒരു കാര്യം, അവർ ഏർലി റൈസേഴ്സ് ആണ്. നമ്മുടെ ഈ മോർണിംഗ് സർക്കിളിൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഒരു കൂട്ടമായിട്ട് നമ്മൾ കാര്യങ്ങൾ പഠിക്കുകയും ഡിസ്കസ് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യാൻ പറ്റുന്നത് ഈ രാവിലെ എഴുന്നേൽക്കുന്നത് കൊണ്ടല്ലേ. അപ്പം കുറച്ചുകൂടെ പുതച്ച് കിടന്ന് നമുക്ക് ഉറങ്ങാൻ പറ്റും. പക്ഷെ അത് ചെയ്യാതെ നമ്മൾ ഇത് ചെയ്യുന്നത് കൊണ്ട് ഡെഫിനറ്റ്ലി നമുക്ക് ബെനിഫിറ്റ് ഇല്ലേ? എല്ലാവർക്കും ബെനിഫിറ്റ് ഉണ്ടല്ലോ, ഐ എം ഷുവർ. അതുകൊണ്ടല്ലേ നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ എല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും ഏറ്റവും വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കും ഏറ്റവും താഴെയുള്ള ആൾക്കും എല്ലാം 24 hours ആണുള്ളത്. ഈ 24 hours നമ്മൾ വൈസായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ, പ്രോപ്പർ ടൈം മാനേജ്മെന്റിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കത് നല്ലതായിട്ട് പ്രയോജനപ്പെടും. അത് പ്രയോജനപ്പെടണമെങ്കിൽ ആ സമയത്തെ നന്നായിട്ട് ഉപയോഗിക്കണം. അപ്പം രാവിലെ എഴുന്നേറ്റ ഒരു 5-10 മിനിറ്റ് പോലും നമ്മൾ സാധാരണ എഴുന്നേൽക്കുന്നതിൽ നേരത്തെ എഴുന്നേറ്റാൽ നമുക്ക് ആ ഒരു മോർണിംഗിലെ പ്രൊഡക്റ്റീവായിട്ടുള്ള ആ ടൈം, നമ്മുടെ ബ്രെയിൻ ഫ്രഷ് ആയിട്ടിരിക്കുന്ന സമയം, നമുക്ക് കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ അത് കൂടാതെ നമുക്ക് മെഡിറ്റേഷനും നമ്മളെ വളർത്തുന്നതിന്, നമ്മളെ ബെറ്റർ ആക്കുന്നതിനുള്ള കാര്യങ്ങളുണ്ടല്ലോ, പ്രെയർ, മെഡിറ്റേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ സമയമില്ലാന്നൊരു കാര്യം പറയാതിരിക്കാനായിട്ട് നമുക്ക് ഏർലി റൈസിങ് ഈസ് എ വെരി ഗുഡ് തിങ്. ജസ്റ്റ് ലൈക്ക് ബേർഡ്സ്, അവര് ഏർലി ബേർഡ് ക്യാച്ചസ് ദ വർം എന്നല്ലേ പറയുന്നത്. അപ്പൊ അവർ രാവിലെ എഴുന്നേറ്റ് പോയി അവരുടെ ബേർഡ്സിനെയൊക്കെ, അവരുടെ ഇരകളെയൊക്കെ പിടിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളും ഏർലി റൈസേഴ്സ് ആകുക. അടുത്തത് മൈൻഡ്ഫുൾനെസ്. ബേർഡ്സിനും ഉണ്ട്, മനുഷ്യർക്ക് മാത്രമല്ല ബേർഡ്സിനും ഉണ്ട് മൈൻഡ്ഫുൾനെസ്. നമ്മൾ ധാരാളം ഇപ്പോൾ കേൾക്കുന്ന ഒരു ടോപ്പിക്കാണ് മൈൻഡ്ഫുൾനെസ് എന്നുള്ളത്. അപ്പം ദാറ്റ് മീൻസ് ലിവിങ് ഇൻ ദ പ്രസന്റ്. അപ്പം ബേർഡ്സ് ആണെങ്കിലും ദേ ലെറ്റ് ഗോ ഓഫ് ദെയർ വറീസ് ആൻഡ് ദേ കണക്ട് വിത്ത് നേച്ചർ ആൻഡ് ദേ എക്സ്പ്രസ് ഫ്രീലി. ഇപ്പൊ നമ്മൾ ഔളിന്റെ എക്സാമ്പിൾ എടുത്ത് നോക്കിയാൽ അവർ ഏത് കൊടുങ്കാറ്റിന്റെ നടുക്കും ഇങ്ങനെ അനങ്ങാതെ ഇങ്ങനെ ഇരിക്കും. അപ്പം മറ്റു പക്ഷികളിലും ഈ ഔളിനോട് ചോദിച്ചു, നിനക്ക് എങ്ങനെ ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നത് വളരെ പീസ്ഫുൾ ആയിട്ട്? അപ്പൊ അത് പറയുന്നു, ഐ ഡോണ്ട് ഫോക്കസ് ഓൺ ഇൻ ദ പാസ്റ്റ് ഓർ ഇൻ ദ ഫ്യൂച്ചർ. ഞാൻ ഇപ്പോഴത്തെ ഈ മൊമെന്റിലാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞതുപോലെ നമ്മളും പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ, മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ അത് നമ്മുടെ സ്ട്രെസ് റെഡ്യൂസ് ചെയ്യുന്നതിനും ഇഫക്റ്റീവായിട്ട്, നമ്മുടെ പാസ്റ്റിനെയൊക്കെ നമുക്ക് കംപ്ലീറ്റ് അങ്ങനെ മറക്കുക എന്നുള്ളതല്ല, നമ്മൾക്ക് അതിൽ നിന്നൊക്കെ നമുക്ക് പാഠം പഠിക്കണം, നമുക്ക് മുന്നോട്ട് ഗോൾസ് വേണം, അതൊക്കെ ഉണ്ടാവണം. പക്ഷെ ഈ പ്രസന്റ് മൊമെന്റിൽ അതിനെപ്പറ്റിയൊക്കെ വറി ചെയ്ത് നമ്മളെ ബി ഇൻവോൾവ് ഇൻ ദ പ്രസന്റ് മൊമെന്റ് ആൻഡ് ഒബ്സർവ് ദാറ്റ് ആൻഡ് ബി അവെയർ ഓഫ് ദാറ്റ് ആൻഡ് ദാറ്റ് റിഡ്യൂസസ് അവർ സ്ട്രെസ്. അടുത്തത് ധൈര്യം, കറേജ് ആണ്. ഷോയിങ് കറേജ് ഇൻ ഡെയിലി ലൈഫ്സ്. അപ്പം ഈ പക്ഷികളൊക്കെ അവരുടെ ചുറ്റും എപ്പോഴും പ്രിഡേറ്റേഴ്സ് ഉണ്ട്. അവരെ പിടിക്കാനായിട്ട് മനുഷ്യരാണേലും മറ്റ് പക്ഷികളാണേലും മറ്റു മൃഗങ്ങളാണേലും ഒക്കെ ഇവരെ പിടിക്കാൻ. നമുക്കറിയാം, പൂച്ചയൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് എപ്പം പക്ഷികളെ താഴെയുള്ളതിനെയൊക്കെ പിടിക്കാമെന്നൊക്കെ. അപ്പൊ അങ്ങനെ ആ ഒരു സാഹചര്യത്തിലും അവര് ധൈര്യത്തോടെ മുന്നോട്ട് പോയി ധൈര്യത്തോടെ നിൽക്കുന്നു. അപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോഴി തള്ളക്കോഴി അതിന്റെ കുഞ്ഞുങ്ങളെ ചിറകിന്റെ അടിയിലല്ലേ കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആ കുഞ്ഞുങ്ങള് ചിറകിനടിയിൽ വെക്കുന്നെങ്കിലും പുറത്തു പോയി ഒരു ഭക്ഷണം കഴിക്കാൻ നിൽക്കുമ്പം അവര് പുറത്തെല്ലാം ഓടി നടക്കുമ്പോൾ പരുന്തും വരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള പ്രിഡേറ്റേഴ്സ് വരുമ്പോഴത്തേനെ ഈ കോഴി പെട്ടെന്ന് തന്നെ കുഞ്ഞുങ്ങളെ ചിറകിന്റെ അടിയിലാക്കുകയും ഇനിയും ഇൻ കേസ് ആരെങ്കിലും പുറത്ത് നിൽപ്പുണ്ടെങ്കിൽ പോലും അത് ഈ ഈഗിളിനെ പരുന്തിനെ അവര് ധൈര്യത്തോടെയാണ് നേരിടുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള സാഹചര്യത്തിൽ നമ്മുടെ ലൈഫിലും നമുക്ക് പ്രതിസന്ധികളെയൊക്കെ ധൈര്യത്തോടെ നേരിടണം. നമ്മൾ നേരത്തെ പാമ്പിന്റെ കാര്യം പറഞ്ഞില്ലേ, കിളിക്കൂട്ടില്. അപ്പൊ അവരതിനെ ധൈര്യത്തോടെ നേരിട്ടത് കൊണ്ടാണ് ആ പാമ്പിനെ ഓടിക്കാൻ പറ്റിയത്. പിന്നെ ഈഗിളിന്റെ കാര്യം എടുത്ത് നോക്കിയാൽ ഈഗിളിന്റെ കൂട് കൂട്ടുന്നത് ഉയരത്തിലൊക്കെയാണ്, നമുക്കറിയാം, പാറക്കൂട്ടിന്റെ മുകളിലൊക്കെ. അപ്പൊ അവരുടെ കുഞ്ഞു പക്ഷികളെ മുട്ടയിട്ട് കുഞ്ഞ് വിരിഞ്ഞു കഴിഞ്ഞ് ആ കുഞ്ഞു പക്ഷികളെ വിരിഞ്ഞ് പറക്കുന്ന സമയമാകുമ്പോഴത്തേന് അവർക്ക് പറക്കാനായി എന്ന് മനസ്സിലാകുമ്പോ ഈ കിളി കൂടിളക്കി അതിനെ പുറത്തെ അടിക്കും. എന്നിട്ട് ഇതൊക്കെ എന്റെ PPT-യിലുണ്ട് കേട്ടോ, നിങ്ങൾക്ക്
ഇത് കാണാൻ പറ്റും. ഐ എം സോ സോറി. ഇഫക്റ്റീവായിട്ട് എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല ബിക്കോസ് ഓഫ് ദിസ് ഗ്ലിച്ച്. ബട്ട് എനിവേ അത് ഈ അതിന്റെ പുറത്ത് വെച്ചുകൊണ്ട് ഇത് പറക്കാൻ തുടങ്ങും. എന്നിട്ട് ഈ കിളി അങ്ങോട്ട് പറക്കാൻ തുടങ്ങുമ്പോൾ അതിന് പറ്റിയില്ല, വീഴാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ഇതിന്റെ താഴെ വന്ന് അതിനെ പിടിക്കും, രക്ഷപ്പെടുത്തും. പക്ഷെ എന്നിരുന്നാലും അങ്ങനെയാണിത് പറന്ന് ഈ കുഞ്ഞ് പഠിക്കുന്നത്. പക്ഷെ ആ പഠിക്കണമെങ്കിൽ എന്ത് വേണം? ധൈര്യത്തോടെ യു ഹാവ് ടു ജംപ് ഓർ ലീപ്പ്. ആ ലീപ്പ് എടുത്താലേ നമുക്ക് മുന്നോട്ട് ധൈര്യത്തോടെ ഇരിക്കാൻ പറ്റത്തുള്ളൂ. സോ അവർ ഗ്രോത്ത് ഈസ് ഔട്ട്സൈഡ് അവർ കംഫർട്ട് സോൺ. അപ്പൊ ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് ആടണമെങ്കിൽ ധൈര്യം വേണം. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഒരു സെഷൻ ഒക്കെ അറ്റൻഡ് ചെയ്യുവാണെങ്കിൽ നമ്മള് വീഡിയോ ഓൺ ആക്കാനും നമ്മുടെ വീഡിയോ ഓൺ ആക്കിയിട്ട് നമ്മൾ കമന്റോ ഫീഡ്ബാക്കോ ഒക്കെ പറയാനും നമ്മുടെ അഭിപ്രായങ്ങൾ പറയാനും ഒക്കെയുള്ള ധൈര്യം കാണിക്കുന്നത് അത് ചെറിയ ഒരു ധൈര്യമാണ്. പക്ഷെ അങ്ങനെയാണ് നമ്മൾ കൂടുതൽ നമുക്ക് കറേജ് ഒക്കെ കിട്ടുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ദെൻ യു ഹാവ് ടു ഹാവ് ഫെയ്ത്ത് ഇൻ യുവർ സെൽഫ് ആൻഡ് ക്രിയേറ്റ് പോസിബിലിറ്റീസ്. അപ്പം ഈ നമ്മുടെ കാക്കയുടെ കഥ നമ്മൾ കേട്ടിട്ടില്ലേ? ദാഹിച്ചിരുന്ന കാക്ക. ഇത് കഥയൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് എല്ലാം അറിയാം. വെള്ളം കലത്തിലെ ഏറ്റവും അടിയിലുണ്ടായിരുന്നത് പൊങ്ങി വരാനായിട്ട് ചിന്തിച്ച് കല്ല് പെറുക്കിയിട്ടു. അതിന് പ്രവർത്തിച്ചുകൊണ്ട് അതിന് ആ വെള്ളം കുടിക്കാൻ പറ്റി. അപ്പം ഇതുപോലെ തന്നെയാണ് വേറെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു വെള്ളച്ചാട്ടത്തിന്റെ മുകളിൽ ഒരു ഉണങ്ങിയ ചില്ലക്കമ്പില് ഒരു പക്ഷി ഇരിക്കുകയാണ്. അവിടെ ഇരുന്ന് അത് പാടുകയാണ്. പക്ഷെ എന്ത് ധൈര്യത്തിലാണ് അത് അവിടെ ഇരിക്കുന്നത്? അത് അവിടെ ഇരിക്കുന്നതിന്റെ ധൈര്യം അതിന്റെ ചിറകിന്റെ ധൈര്യത്തിലാണ്. കാരണം ആ കമ്പ് എപ്പോഴേലും ഒടിഞ്ഞ് താഴെ വീഴാം. പക്ഷെ ആ പക്ഷിക്കറിയാം, ഞാൻ അതിലല്ല ചിന്തിക്കുന്നത്. എനിക്ക് ഈ കമ്പ് ഒടിഞ്ഞു പോയാലും എന്റെ ചിറകില്, എന്റെ കഴിവില് വിശ്വസിച്ച് എനിക്ക് ആ കഴിവ് ഉപയോഗിച്ചിട്ട് എനിക്ക് പറന്നുയരാൻ പറ്റുമെന്നുള്ള ഒരു ഫീലിംഗ് ആ പക്ഷിക്കുണ്ട്. പിന്നെ ടേക്കിംഗ് കെയർ ഓഫ് ദി എൻവയൺമെന്റ്. പക്ഷികൾ എൻവയൺമെന്റ് ടേക്ക് കെയർ ചെയ്യാറുണ്ടോ? റെസ്പോണ്ട് ചെയ്യുവോ? ഹലോ. Yes, ma'am. Of course, crow alarm. തീർച്ചയായിട്ടും It's always clean our surroundings, you know. യെസ്, ഡെഫിനറ്റ്ലി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. അപ്പം പക്ഷികള് അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ഒക്കെ ഉപയോഗിക്കുന്നത് കൊണ്ടും, ഇപ്പൊ കാക്ക നമ്മളെല്ലാം വൃത്തിയാക്കും എന്ന് പറയുന്ന അവർ ഭക്ഷണം കഴിക്കുന്നതാണ്. ബട്ട് ദാറ്റ് റിയലി മേക്സ് ദ എൻവയൺമെന്റ് ക്ലീൻ. പിന്നെ അതുപോലെ അവര് പ്രകൃതിക്ക് അനുരൂപമായിട്ടാണ് അവര് ജീവിക്കുന്നത്. പല എക്സാമ്പിൾസ് നമുക്ക് പറയാം. സീഡ്സ് സ്പ്രെഡ് ചെയ്യാനായിട്ട് അവര് സഹായിക്കും. അപ്പൊ സീഡ്സ് അവര് ഭക്ഷണം കഴിച്ചിട്ട്, പഴങ്ങളൊക്കെ കഴിച്ചിട്ട് സീഡ്സ് സ്പ്രെഡ് ചെയ്യുമ്പോഴത്തേന് പ്ലാന്റ്സ് ഒക്കെ വളരാനായിട്ട് അത് സഹായിക്കും. ദെൻ പോളിനേഷൻ നടക്കുന്നു. പക്ഷികള് തേൻ കുടിച്ചിട്ട് ഒരു പൂവിൽ നിന്ന് വേറൊരു പൂവിലേക്ക് പോയിരിക്കുമ്പോഴത്തേന് അത് പോളിനേഷൻ നടക്കാനായിട്ട് പ്രകൃതിയിൽ അവര് പൂക്കളെ സഹായിക്കുന്നു. പിന്നെ വൾച്ചേഴ്സ് അറിയാമല്ലോ. വൾച്ചേഴ്സ് അവര് ഡെഡ് ആയിട്ടുള്ള ആനിമൽസിനെ ഒക്കെ കഴിക്കുന്നു. അപ്പൊ അങ്ങനെ അത് ചെയ്യുമ്പോഴത്തേന് ഈ നമ്മുടെ എൻവയൺമെന്റില് അസുഖങ്ങളൊക്കെ പരക്കാതിരിക്കാനും ഒക്കെ അത് സഹായിക്കും. പിന്നെ വുഡ്പെക്കർ ഉണ്ടല്ലോ. വുഡ്പെക്കർ മരത്തേൽ കൊത്തി അവര് ഭക്ഷണം കഴിക്കുമ്പോൾ ആ കിഴി അവര് പുഴുവിനെയൊക്കെ എടുക്കാനായിട്ട് കൊത്തി, അങ്ങനെയാണല്ലോ അവർ ഭക്ഷണം കഴിക്കുന്നത്. അപ്പൊ ആ ഹോൾ ഉണ്ടാക്കുന്നത് അതില്ല മറ്റു പക്ഷികളും ചെറിയ ജീവികളും ഇൻസെക്ട്സും ഒക്കെ കൂടുണ്ടാക്കുന്നു. അങ്ങനെ പൊതുവെ നമ്മൾ എടുത്താൽ പക്ഷികൾ പ്രകൃതിക്ക് വളരെ അനുരൂപമായിട്ടും പ്രയോജനമുള്ള രീതിയിലുമാണ്. അപ്പൊ ഇതുപോലെ തന്നെ നമ്മൾ നമ്മുടെ പ്രകൃതിയെ സംരക്ഷിച്ചാൽ, നമുക്ക് പ്രകൃതിക്ക് അനുരൂപമായിട്ടും അതിനെ സംരക്ഷിക്കുന്ന പ്രവൃത്തികളൊക്കെ ചെയ്താൽ അത് നമുക്ക് മാത്രമല്ല നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വളരെ പ്രയോജനപ്പെടുന്ന കാര്യമാണ്. പിന്നെ നമ്മൾ അബ്സോർബിങ് ഷോക്ക്, ജീവിതത്തിലുള്ള ഷോക്ക് ഒക്കെ വരുമ്പോഴത്തേനും നമ്മളത് അബ്സോർബ് ചെയ്യാനും മുന്നോട്ട് പോകാനുമായിട്ട് നമ്മൾ ശ്രമിക്കണം. അതിന്റെ ഒരു എക്സാമ്പിൾ വുഡ്പെക്കർ ആണ്. വുഡ്പെക്കർ തലയിട്ട് കൊത്തിയാണ് ഹോൾ ഉണ്ടാക്കുന്നത്. പക്ഷെ അവരുടെ സ്കള് അതിന് ഇവോൾവ് ആയിട്ടുള്ളത് കൊണ്ട് അവരുടെ ബ്രെയിൻ ഡാമേജ് ആയി പോകുന്നില്ല. പക്ഷെ അങ്ങനെയാണ് അവര് പ്രവർത്തിക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ ലൈഫിൽ ഓരോ ഷോക്ക് വരുമ്പോഴും, അത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ജോബ് ചേഞ്ചും റീലൊക്കേഷനും അങ്ങനെയൊക്കെയുള്ള ഒരു പുതിയ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതും ഒക്കെ ആവും. അപ്പൊ അതിൽ നിന്നൊക്കെ നമ്മളെ ഷോക്കൊക്കെ അബ്സോർബ് ചെയ്തിട്ട് നമ്മൾ സ്റ്റക്കായി പോവാതെ നമ്മൾ മുന്നോട്ട് പോകണം. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് സക്സസ്ഫുൾ ആകാൻ പറ്റുന്നത്. ദെൻ ഹാവ് ദ റൈറ്റ് ലെവറേജ്. ഓരോ കാര്യങ്ങളും ഒരു കാര്യത്തെ പരമാവധി ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതപ്പം പക്ഷികളൊക്കെ പറക്കുന്നത് കാറ്റിന് എതിരായിട്ടല്ല, എയർ കറന്റിന് അനുകൂലമായിട്ട് പറക്കുമ്പോഴാണ് അവർക്ക് കൂടുതൽ പോകാൻ പറ്റുന്നത്. അപ്പോൾ നമുക്കും സാഹചര്യങ്ങൾ ഓരോന്ന് വരുമ്പോഴത്തേനും അതിന് അനുകൂലമായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിലാണ് നമുക്ക് മുന്നോട്ട് നന്നായിട്ട് പോകാൻ പറ്റുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കടൽ കാക്ക, സീഗള്ളില്ലേ, സീഗള്ളിന് അവര്
കക്കായിക്കകത്തുനിന്ന് കക്കായ ഇറച്ചി ഭക്ഷിക്കുന്നത്. പക്ഷെ അതെങ്ങനെ കക്കായക്കകത്തുനിന്ന് ഇത് എടുക്കും? സോ വാട്ട് ദേ ഡു ഈസ് അത് എടുത്ത് ഡ്രോപ്പ് ചെയ്യും, റോക്സിലൊക്കെ ഡ്രോപ്പ് ചെയ്യും. അപ്പൊ അത് ഓപ്പൺ ആയി വരുമ്പോൾ അവരത് ഭക്ഷിക്കും. സോ ഐഡന്റിഫൈ ദ റൈറ്റ് ലെവറേജ് ടു ക്രാക്ക് ഡൗൺ ദ പ്രോബ്ലംസ് ഇൻ യുവർ ലൈഫ്. അടുത്തത് ബേർഡ്സ് ഇന്നോവേറ്റേഴ്സ്. ഇപ്പം കാക്കകളൊക്കെ ആണെങ്കിൽ അവർക്ക് വളരെ ഇടുങ്ങിയ സ്ഥലത്തൊക്കെ ഭക്ഷണം ഇരിക്കുന്നത് ആണെങ്കിൽ പോലും അവരത് കമ്പൊക്കെ എടുത്തു വെച്ചിട്ട് അത് ആ ഭക്ഷണം എടുക്കും. സോ ദേ ട്രൈ ടു ഇന്നോവേറ്റ്. എന്ന് പറഞ്ഞതുപോലെ യൂസ് അവർ റിസോഴ്സസ് ആൻഡ് വി ഹാവ് ടു ഇന്നോവേറ്റ് ആൻഡ് യൂസ് യുവർ ക്രിയേറ്റിവിറ്റി. ബായ ബീവർ എന്ന് പറഞ്ഞൊരു ബേർഡ് ഉണ്ട്. ശരിക്കും അവരുടെ അതായത് എന്താന്നോ, നമ്മുടെ തൂക്കണാങ്കുരുവി എന്ന് പറയത്തില്ലേ, അതും എന്റെ ഈ സ്ലൈഡിനകത്തുണ്ട്, നിങ്ങൾക്ക് കാണാം അതിന്റെ കൂടുകൾ. നമ്മൾ കോമൺ ആയിട്ട് കാണുന്നതാണ്, പക്ഷെ അവരൊരു പ്യുവർ എഞ്ചിനീയറിംഗ് ആണ് അവർ ആ കൂടുണ്ടാക്കുന്നത്. അപ്പൊ അവരുടെ ആ ക്രിയേറ്റിവിറ്റിയും ഇന്നോവേഷനും ഒക്കെ വളരെ നല്ല മെസ്സേജ് ആണ് നമുക്ക് തരുന്നത്. ദെൻ വേറൊരു കാര്യമുള്ള കമ്മ്യൂണിറ്റി വേഴ്സസ് സോളിറ്റ്യൂഡ്. നേരത്തെ നമ്മൾ കമ്മ്യൂണിറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്ന കാര്യം പറഞ്ഞു, പക്ഷികൾ പറന്നൊരുമിച്ച് പോകുന്നതും. അതേസമയത്ത് ഔളാണെങ്കിൽ ഔളിനെ നമുക്ക് സോളിഡ് ആർട്ടിസ്റ്റ്, പിന്നെ സോളിഡ് അല്ല, സോളോ ആർട്ടിസ്റ്റ് എന്ന് നമുക്ക് പറയാം. കാരണം അവര് സിംഗിൾ ആയിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ ഈഗിൾസും അതുപോലെയാണ്, സിംഗിൾ ആയിട്ടാണ് അവര് പൊതുവെ ഭക്ഷണം ശേഖരിക്കുക, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പം നമ്മൾ തന്നെ നമ്മുടെ ലൈഫിൽ അവർക്കറിയാം, ഈ പക്ഷികൾക്കറിയാം ഏത് രീതിയിലാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് പറഞ്ഞതുപോലെ we also need to know when to work in hello കേക്കാമോ? എന്തെങ്കിലും പറഞ്ഞോ? രഹന മാം ഒന്ന് മ്യൂട്ട് ആക്കാവോ? ഓക്കെ, സോറി. ഓക്കെ, അപ്പോൾ ഈഗിൾസ് ആണെങ്കിൽ സിംഗിൾ ആയിട്ടാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ചില സമയത്ത് നമുക്ക് ഉൾവലിയേണ്ടി വരും. ചില കാര്യങ്ങൾ കംപ്ലീറ്റ് ഇപ്പം ചെയ്തു തീർക്കാനായിട്ട് നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് അത് ചെയ്യേണ്ടതായിട്ട് വരും. സോ യു നീഡ് ടു നോ വെൻ ടു റിട്രീറ്റ് ആൻഡ് ഡു യുവർ സ്റ്റഫ്, ഡു യു കംപ്ലീറ്റ് യുവർ ടാസ്ക്, or when to work together as a community to complete the task as well. So think, നമുക്ക് ആലോചിക്കാം, who do I need to connect with today in order to complete certain things. അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു to spend some time, അത് ആ കാര്യങ്ങൾ അങ്ങനെ ചെയ്യാം. അതേസമയത്ത് if you need to complete certain task by yourself, okay, what do I need to do? I need to take some time to myself and complete that. ഏത് കാര്യത്തിൽ നിന്നോ ആരിൽ നിന്നാണ് ഞാൻ സ്പേസ് എടുക്കേണ്ടത്, എന്നിട്ട് എന്റെ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാന്നുള്ളത്. സോ അത് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് അതിനനുസരിച്ച് പ്രവർത്തിച്ചാൽ നമുക്ക് പ്രയോജനം ഉണ്ടാവും. Then the last one is actually soar high and while staying grounded. നമ്മുടെ ഈഗിളിനെ എടുത്ത് നോക്കിയാൽ വളരെ ഉയരത്തിലാണ് അവര് പറക്കുന്നത്. That shows the vision and the ambition and the broad perspective. So നമ്മൾ ഇത്, പക്ഷെ at the same time they are grounded or they are in their strength and they are secure and grounded and rooted in their strength. അപ്പൊ ഇതുപോലെ നമുക്കും we need to aim high but at the same time stay grounded and have a good foundation. That foundation എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിൽസും നമ്മുടെ അതിനുവേണ്ട പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേന് നമുക്ക് നമ്മുടെ we can soar high in our vision and our ambition and reach greater heights. So stay grounded in our inner skills and capabilities and soar high. So we can think, what is one big goal I'm reaching and how am I grounded in that so that I can reach that. അപ്പൊ അത് നമ്മൾ ചിന്തിക്കുന്നത് വളരെ പ്രയോജനമായിരിക്കും. പിന്നെ ഈ പക്ഷികളുടെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം ഞാൻ ഒരു ചോദ്യം ചോദിക്കാം, നിങ്ങൾക്ക് അറിയാമെങ്കിൽ പറയണം. എല്ലാവർക്കും വേണ്ടി പ്രത്യേകം ദിനങ്ങളുണ്ടല്ലോ. പക്ഷികൾക്ക് വേണ്ടി പ്രത്യേക ഒരു ദിവസം ഉണ്ടോ? നിങ്ങൾക്ക് അറിയാമോ ആർക്കെങ്കിലും? കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല എന്ന് തോന്നുന്നു. ഓക്കെ, ഉണ്ട്. പക്ഷികൾക്കും അവരുടേതായ ഒരു ദിവസം നമ്മൾ വെച്ചിട്ടുണ്ട്. അതാണ് ഇറ്റ്സ് കോൾഡ് നാഷണൽ ബേർഡ് ഡേ. അത് January 5th ആണ്. ജസ്റ്റ് ഇപ്പൊ കഴിഞ്ഞു പോയതേ ഉള്ളൂ. ആ ദിവസം വെച്ചിരിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പക്ഷികളുടെ അവരുടെ പ്രൊട്ടക്ഷനും അവരുടെ കോൺസർവേഷനും പിന്നെ അവര് ഫേസ് ചെയ്യുന്ന ഡേഞ്ചേഴ്സും ത്രെറ്റ്സും ഒക്കെ മനസ്സിലാക്കുന്ന, അതിനൊരു അവയർനെസ് കൊടുക്കുന്നതിനും എങ്ങനെ അവരെ സംരക്ഷിക്കാം എന്നുള്ളതിന് അവയർനെസ് കൊടുക്കുന്നതിന്, അങ്ങനത്തെ പക്ഷികളുടെ പൊതുവെ സംരക്ഷിക്കുന്നതിനും ഒക്കെയുള്ള ഒരു ദിവസമാണ്. അതുകൂടാതെ ഇറ്റ് പ്രൊമോട്ട്സ് ബേർഡ് വാച്ചിങ്, പിന്നെ ബേർഡ് സാങ്ച്വറി ഒക്കെ ഇല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നതിനും. പിന്നെ അത് കൂടാതെ ഈ അവയർനെസ് എന്ന് പറയുമ്പോൾ നമ്മൾ ക്യാപ്റ്റിവിറ്റിയിൽ ബേർഡ്സ് ഉണ്ടല്ലോ,
അപ്പൊ അവര് ഇപ്പൊ നമ്മളെ വീടുകളിലാണെങ്കിലും ചിലര് പക്ഷികളുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ക്യാപ്റ്റിവിറ്റിയിലുള്ള ബേർഡ്സിനെ ഒക്കെ എങ്ങനെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യണം, അതിന്റെ അവയർനെസ് ഒക്കെ കൊടുക്കുന്നതാണ് ഇത്. നാഷണലി സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അത് ഒരു പേര് ഞാൻ പറയാം, നാഷണൽ കോalition, അത് പേര് ഞാൻ ഗ്രൂപ്പിലിടാം. ആ ഒരു ഇന്റർനാഷണൽ ആയിട്ടും അത് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ അത് സെലിബ്രേറ്റ് ചെയ്യുന്നത് നമ്മുടെ നാഷണൽ ബേർഡിനെ പ്രത്യേകം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ നാഷണൽ ബേർഡ് ഏത്, ആർക്കെങ്കിലും പറയാമോ? Peacock, ma'am. യെസ്, It's പീകോക്ക്. peacock. ദാറ്റ് കറക്റ്റ്. യെസ്, താങ്ക് യു മാം, താങ്ക് യു. അപ്പോൾ പീകോക്ക് ആണ് നമ്മളെ നാഷണൽ ബേർഡ്. അപ്പൊ നമ്മൾ എനിവേ ഇങ്ങനെ പക്ഷികൾക്ക് വേണ്ടി ഒരു ദിവസമുണ്ട്. അപ്പൊ നമ്മളും ഈ ഇത്രയും ഗുണങ്ങളൊക്കെ ഉള്ള പക്ഷികളെ, നമ്മളെ നല്ല മെസ്സേജ് ഒക്കെ പഠിപ്പിക്കുന്നതും ഒക്കെയായി നല്ല പക്ഷികളെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തേണ്ടതായിട്ടുണ്ട്. അവരും ഈ പ്രകൃതിയുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്, നമ്മളോടൊക്കെ ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന പക്ഷികള്. അപ്പം ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ് ഡെഫിനറ്റ്ലി. ആസ് പാർട്ട് ഓഫ് ലിവിങ് ഇൻ ദിസ് യൂണിവേഴ്സ്, ഇൻ ദിസ് വേൾഡ്, അവരെയും പ്രൊട്ടക്ട് ചെയ്യേണ്ടതും അവരോട് സഹാനുഭൂതിയോട് പ്രവർത്തിക്കുന്നതിലും ഒക്കെ നമ്മളും ഇമ്പോർട്ടൻസ് കാണിക്കേണ്ടതാണ്. അപ്പോൾ നമ്മുടെ ഒരു ടേക്ക് അവേസ് എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. അപ്പോൾ പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. ബേർഡ്സ് ഫ്ലൈ വിത്ത് ദ വിൻഡ്, നോട്ട് അഗെയിൻസ്റ്റ് ദ വിൻഡ്. അപ്പൊ അത് നമ്മൾ ഓർക്കണം. സോ യു ഹാവ് ടു ബി അലൈൻഡ് വിത്ത് ദ ലൈഫ്സ് കറൻസ്, അതിന്റെ ഒഴുക്കിനനുസരിച്ച് നീങ്ങണം. പിന്നെ എയിം ഹൈ ആൻഡ് ഹാവ് എ സ്ട്രോങ് ഫൗണ്ടേഷൻ. Then we need to trust the wind and let go of control. Instead of trying to control everything, sometimes we have to let go of things. Then find your flock. ഏത് ഫ്ലോക്കിന്റെ കൂടെയാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്, ഏതാണ് നമ്മളെ വളർത്തുന്നത്, അതിനനുസരിച്ച് നമ്മൾ ഒരു കമ്മ്യൂണിറ്റി ഫീലിങ്ങോട് കൂടി പല കാര്യങ്ങളിലും പ്രവർത്തിച്ചാൽ നമുക്കത് പ്രയോജനം വരും. നമ്മൾ നേരത്തെ പറഞ്ഞു. സോ സറൗണ്ട് യുവർ സെൽഫ് വിത്ത് പീപ്പിൾ ദാറ്റ് ഹെൽപ്സ് യു ഗ്രോ. ഫോർ ഈ എക്സാമ്പിൾ പറഞ്ഞ പോലെ മോർണിംഗ് സർക്കിളിന്റെ ഇത് നമ്മളെയൊക്കെ വളർത്തുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. സോ യൂസ് ദാറ്റ്. ദെൻ സിങ് യുവർ യുണീക് സോങ്. ആ സോങ് എന്ന് പറയുമ്പോൾ പാട്ട് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, എല്ലാ തരത്തിലുള്ള നമ്മുടെ ക്രിയേറ്റിവിറ്റി, ആർട്ടും മ്യൂസിക്കും സ്പീച്ചും എല്ലാം അതിന് ഉപയോഗിക്കുക. ദെൻ ബേർഡ്സ് ജസ്റ്റ് ഡോണ്ട് സർവൈവ്, ദേ ഔട്ട്സ്മാർട്ട് ദെയർ ചാലഞ്ചസ്. അതും നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പൊ അതും നമ്മളും നമ്മുടെ ലൈഫിലുള്ള ചാലഞ്ചസിനെയൊക്കെ ഔട്ട്സ്മാർട്ട് ചെയ്യണം. ദെൻ ബി ഫ്ലെക്സിബിൾ in your personal lives and career. അഡ്ജസ്റ്റബിളും ഫ്ലെക്സിബിളും ആയിരിക്കണം. പിന്നെ ബി റിസോഴ്സ്ഫുൾ, മൈൻഡ്ഫുൾ ആൻഡ് ഇന്നോവേറ്റീവ്, അത് നമ്മൾ പറഞ്ഞു. ദെൻ ഹാവ് ഫോക്കസ്, പർപ്പസ് ആൻഡ് ടീം സ്പിരിറ്റ്. ആൻഡ് ദ ലാസ്റ്റ് വൺ വാസ് സോർ ഹൈ വൈൽ സ്റ്റേയിങ് ഗ്രൗണ്ടഡ്. അപ്പൊ ഇങ്ങനെ ഈ പക്ഷികളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന നമ്മുടെ ജീവിതത്തിലെ പല സാഹചര്യങ്ങളിലും വരുന്ന വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരുമ്പോഴത്തേനെ ആ സാഹചര്യവുമായിട്ടൊക്കെ പൊരുത്തപ്പെട്ടും യോജിച്ചും ഒക്കെ നമ്മുടെ കഴിവുകള്, അറിവുകള്, റിസോഴ്സസ് എന്നീ ചിറകുകളൊക്കെ ഉപയോഗിച്ച് പ്രവർത്തിക്കുവാണെങ്കിൽ നമുക്ക് വി ക്യാൻ റിയലി സോർ ഹൈ, നമുക്ക് വിജയത്തിലേക്കും വളർച്ചയിലേക്കും ഒക്കെ കുതിക്കാനായിട്ട് സാധിക്കും. അതിന് നിങ്ങൾക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. I am really sorry about the glitches that happened, but anyway, I hope you were able to get some good things out of this, and I'm really looking forward to നിങ്ങളുടെയൊക്കെ കമന്റ്സും നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങളും ഒക്കെ കേൾക്കാനായിട്ട് ഞാനും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും വൺസ് അഗെയിൻ വിംബിളിന് ഒരു നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരു നല്ല ദിവസം നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ ഈ സെഷൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു സൂസൻ മാം. ഗുഡ് മോർണിംഗ്. നല്ലൊരു അടിപൊളി സെഷൻ ആയിരുന്നു. നമ്മൾ കുറേ ദിവസമായിട്ട് വെയിറ്റ് ചെയ്യുന്നതാണ് മാമിൻ്റെ സെഷൻ. എന്നും നല്ല നല്ല ഫീഡ്ബാക്കുകളും എക്സ്പീരിയൻസും ഒക്കെ നമ്മളോട് ഷെയർ ചെയ്യുന്നതാണ്. മാം പറഞ്ഞതിൽ കുറേ എല്ലാം നല്ല നല്ല പോയിന്റ്സ്, കുറേ കാര്യങ്ങൾ എനിക്കിങ്ങനെ ക്യാച്ചി ആയിട്ട് തോന്നി. ഒന്ന് മാം പറഞ്ഞ ടീം വർക്ക് അല്ലേ, നമ്മളെപ്പോഴും കേൾക്കുന്നതാണ്. റൺ എലോൺ ടു ഗോ ഫാസ്റ്റർ ബട്ട് റൺ ടുഗദർ ടു ഗോ ഫാർദർ എന്നാണ് അല്ലേ. നമ്മൾ ഒറ്റക്കൂടിയ കുറച്ച് നല്ല സ്പീഡിൽ എത്തും, പക്ഷെ നമുക്ക് കുറച്ച് ദൂരെ പോകാൻ പറ്റുള്ളൂ, പിന്നെ നമ്മൾ ക്ഷീണിക്കും. അതുപോലെ രണ്ടാമത് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ്, നമുക്ക് എല്ലാവർക്കും പറ്റുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് ഇന്നാണെങ്കിൽ നമുക്ക് ഒരുപാട് റിസോഴ്സ് അവൈലബിൾ ഉണ്ട്, കാര്യങ്ങളൊക്കെ പഠിക്കാനും കരിയർ ചൂസ് ചെയ്യാനൊക്കെ. നമ്മളെല്ലാ ടൗണിലും പോയി കാലിടുന്നൊരു സ്വഭാവം പൊതുവിൽ നമുക്കുണ്ട്. പക്ഷികളെ സംബന്ധിച്ച് അവർക്ക് ഈ കാടിൻ്റെയൊക്കെ ഈഗിളൊക്കെ ആണെങ്കിൽ തന്നെ മേളിൽ നിന്ന് ഫുൾ വ്യൂ ഉണ്ട് അവർക്ക്. ദേ ഹാവ് ദ
ഹൈ ലെവൽ പിക്ചർ ഉണ്ട് കംപ്ലീറ്റ് 360 ഡിഗ്രി, ബട്ട് സ്റ്റിൽ ദേ ചൂസ് ടു ഒരു ഫോക്കസ് ഓൺ വൺ തിങ് അല്ലേ. അപ്പം നമ്മളും അങ്ങനെ ചെയ്യണം. ഒരു കാര്യത്തിൽ മാസ്റ്റർ ചെയ്യണം, അതല്ലെങ്കിൽ നമ്മൾക്ക് ജീവിതത്തിൽ സക്സസ് ഉണ്ടാവില്ല, നമ്മൾ പല തോണിയിൽ കാലിട്ട് കഴിഞ്ഞാൽ. അതുപോലെ ഒരു കാര്യം കൂടി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട റെസിലിയൻസ് ആണ്. ഈ ഈഗിളിനെ പറ്റി തന്നെ ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്. ഈഗിള് പ്രായമാകുമ്പം ഈ മൗണ്ടൈൻ്റെ മുകളിൽ പോയിട്ട് ഇതിൻ്റെ കൊക്ക് ഉണ്ടല്ലോ, ബീക്ക്, അതിങ്ങനെ സ്വയം കട്ട് ചെയ്ത് കളയുന്ന പറയും, റോക്കിലൊക്കെ ഇടിച്ചിട്ട്. അപ്പോൾ അതെന്തിനാന്ന് വെച്ചാൽ പുതിയത് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മളും നമ്മുടെ ആയുധങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്കൊന്നിങ്ങനെ മൂർച്ച കൂട്ടിയും പുതുത് കിട്ടുകയൊക്കെ വേണം. ഫൈനലി ഫൈൻഡ് യുവർ ഫ്ലോക്ക്. എനിക്കൊന്ന് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നമ്മുടെ ഒരു നല്ല സറൗണ്ടിങ്സ് നമ്മൾ ചൂസ് ചെയ്യുക, നമ്മുടെ സർക്കിൾ നന്നാക്കുക. അപ്പം നമ്മളെ സർക്കിൾ എത്രത്തോളം നന്നാക്കുന്നു അത്രത്തോളം നമ്മളും നന്നാവും അല്ലേ. വി ആർ ആവറേജ് ഓഫ് 5 അറൗണ്ട് അസ് എന്നാ പറയാം. അപ്പം അത് നമ്മൾ കണ്ടുപിടിച്ചാൽ പക്ഷികളെ പോലെ മാം പറഞ്ഞ 65,000 മൈൽസോ അല്ലെങ്കിൽ മില്യൺ കണക്കിന് മൈൽസ് നമുക്കും യാത്ര ചെയ്യാൻ പറ്റും. എന്തായാലും നല്ല അടിപൊളിയായിരുന്നു മാം, സൂപ്പർ സെഷൻ. വി ആർ എക്സ്പെക്ടിങ് മോർ ഫ്രം യു. താങ്ക്സ് അഗെയിൻ. പിന്നെ മാം 2 ദിവസമായിട്ട് ഇതിൻ്റെ പുറകെ തന്നെയാണെന്ന് അറിയാം. 2 അല്ല, കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ 3-4 തവണ സംസാരിച്ചു. സോ എന്താ പറയുക, അതിനും ഒരുപാട് താങ്ക്സ്. താങ്ക് യു വെരി Thank you, ma'am. മച്ച് റൌഫ് സർ. എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് സാറ്. നമ്മൾ തമ്മിൽ സംസാരിച്ച് സാർ പറഞ്ഞതുപോലെ ഇത് ആ ഒരു സക്സസ് ഇവിടെ എനിക്ക് അത് കാണിക്കാൻ പറ്റിയില്ല. ഐ ഫീൽ സോറി അബൌട്ട് ദാറ്റ്, ബട്ട് വാട്ട് ടു ഡു, അടുത്ത പ്രാവശ്യത്തേക്ക് നമുക്കത് ശരിയാക്കാം. പക്ഷെ ഞാൻ എൻ്റെ PPT ഷെയർ ചെയ്യാം. ബട്ട് എനിവേ താങ്ക് യു വെരി മച്ച് ഫോർ ഓൾ യുവർ ഹെൽപ്പ്. പിന്നെ സാർ പറഞ്ഞത് ഞാൻ വിട്ടുപോയ കാര്യങ്ങൾ സാർ ഓർപ്പിച്ചതിന് ഒത്തിരി നന്ദി. നമ്മുടെ ഇവിടെ ഈഗിളിന്റെ കാര്യം പറഞ്ഞില്ലേ, അവരുടെ ജീവിതം അവർ പുതുക്കിയെടുക്കുന്നത്, കംപ്ലീറ്റ് അവരുടെ കൊക്കും എല്ലാം പറിച്ചു കളഞ്ഞിട്ട് അവര് പുതിയ ഒരു ജീവിതത്തിലേക്ക് വരുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആ കൂട്ടത്തിൽ വേറൊരു ഇതും കൂടെ ഉണ്ട്. ഫീനിക്സ് പക്ഷിയെ കേട്ടിട്ടില്ലേ? ഫീനിക്സ് പക്ഷി ഇതുപോലെ ഉയർന്നു വരുമെന്നാ പറയുന്നത്. ഒന്നും ഇല്ലാത്തടത്തുനിന്ന് തീയിൽ നിന്ന് പൊങ്ങി വരുന്നെന്ന് പറഞ്ഞ പോലെ. അപ്പം അതും ഒക്കെ വളരെ പ്രയോജനമുള്ള കാര്യമാണ്. സോ സാർ ഒത്തിരി കാര്യം ഷെയർ ചെയ്ത് വളരെ സന്തോഷം. കേട്ടില്ല? അത് ഇമാജിനറി അല്ലേ ഫീനിക്സ് എന്ന് പറയുന്നത്? ഫീനിക്സ് എന്ന് പറയുന്ന സോറി കേട്ടില്ല. അത് ഇമാജിനറി അല്ലേ ശരിക്കും? ആക്ച്വലി അങ്ങനെ ഒരു ബേർഡ് ഇല്ലല്ലോ. അല്ല, പക്ഷെ അത് നമുക്ക് ഒരു നല്ല മെസ്സേജ് തരുന്ന ഒരു പക്ഷിയെ പറ്റിയ ഒരു കഥയല്ലേ, അതാ ഞാൻ അതവിടെ പറഞ്ഞത്. അതെ, തീർച്ചയായും. ഓക്കെ. അതെ മാം, തീർച്ചയായിട്ടും ലൈഫിൽ സെറ്റ് ബാക്സ് ഉണ്ടാവും, ബട്ട് വി ഷുഡ് ഓവർകം ആൻഡ് ഉയർന്നു വരണം. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് മാം. ഞാൻ ആദ്യമായിട്ടാണ് മോർണിംഗ് സർക്കിളിൽ നിൽക്കുന്നത്. ഞാൻ UAE-യിലാണ്. അപ്പോൾ ബിസി ടൈമാണ് ശരിക്കും. മക്കളുടെ ഭക്ഷണമൊക്കെ റെഡിയാക്കണ്ട, കാരണം പെട്ടെന്ന് സ്കൂളിൽ പോകണം. ഞാൻ ഇന്ന് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഞാൻ സ്റ്റക്കായി കിടക്കുന്ന ഒരു നിമിഷമായിരുന്നു. എന്ത് ചെയ്യും? വിംബിളിൽ ജോയിൻ ചെയ്ത് ഇതിൽ പറയണ ഓരോ കാര്യം എനിക്ക് വേണ്ടിയിട്ട് പറയണ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. വെച്ചാൽ നമ്മളിങ്ങനെ പക്ഷികള് ആ കാറ്റിനനുസരിച്ച് അതേ ഡയറക്ഷനിൽ പോകണം. ഞാൻ ആലോചിച്ചു ഇനിയും ഒരു ഡയറക്ഷനിൽ പോയി ഒരു കരിയർ ബിൽഡ് ചെയ്യാം. അങ്ങനെയൊക്കെ ഒരു തോട്ട് വന്നു. എന്തായാലും ഇതിലുള്ള ഓരോ വാക്കുകളും തന്നെ എനിക്ക് എൻ്റെ ലൈഫിലേക്ക് ചേർത്ത് പിടിക്കാൻ പറ്റും. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. താങ്ക് യു ഷഹനാസ് മാം ഫോർ യുവർ കൈൻഡ് വേർഡ്സ്. മാമിന് പ്രയോജനപ്പെട്ടു എന്നറിഞ്ഞതിൽ വലിയ സന്തോഷം. മാമിന് കൂടുതൽ ഉയരങ്ങളിലേക്ക് പറക്കാൻ സാധിക്കട്ടെ. താങ്ക് യു. Hello, Susan. മാം, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ലിഫ്ന മാം പറഞ്ഞോളൂ. Sir പറഞ്ഞു. അതില്ല, ലേഡീസ് ഫസ്റ്റ് ആണ് ഇവിടെ. Okay, thank you for your consideration. Susan ma'am, actually your session was really amazing. നമ്മൾ പറയാറുണ്ടല്ലോ, ഇപ്പോൾ ഫിനിക്സ് ബേർഡിനെ വീഴുമെന്ന ഭയം ഉണ്ടായാലും ചിറകുകൾ വിരിച്ച് നമ്മൾ പറക്കാൻ ശ്രമിക്കണം. ഞാൻ ആക്ച്വലി അത് എൻ്റെ മൈൻഡിൽ വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ മാം അത് പറഞ്ഞു. അത് നമുക്ക് ആക്ച്വലി ബേർഡ്സിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയൊരു ലെസൺ ആണത്. സോ ഈവൻ ദ സ്മോളസ്റ്റ് ക്രിയേച്ചേഴ്സ് ക്യാൻ ബി അവർ ഗ്രേറ്റസ്റ്റ് ടീച്ചേഴ്സ് അല്ലേ? അത് മാം ഇന്നത്തെ സെഷനിലൂടെ ഒന്നുകൂടെ നമുക്കത് റിയലൈസ് ആക്കി തന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ വണ്ടർഫുൾ സെഷൻ. താങ്ക് യു മാം. താങ്ക് യു ലിഫ്ന മാം. നല്ല വാക്കുകൾക്ക് ഒത്തിരി നന്ദി പറയുന്നു. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് സർ. എന്താണ് വിശേഷങ്ങൾ? ഏതായാലും നമ്മുടെ ജീവിതത്തിലെ
ഒരുപാട് അർത്ഥങ്ങൾ ഉണ്ട് എന്ന് ഒരു പക്ഷികളിലൂടെ നമുക്ക് ഇന്നിവിടെ പറഞ്ഞു തന്നു. സാറ് പറഞ്ഞതുപോലെ ഒരുപാട് പോയിന്റുകൾ സാർ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷികൾ നമ്മൾ സാധാരണയായിട്ട് അവര് ഓരോ സമയങ്ങളിലും കാലാവസ്ഥയിൽ മാറിപ്പോകും. പക്ഷെ നമുക്ക് അവിടെ എന്താണ് നമ്മുടെ ജീവിതത്തിന് നമ്മുടെ ലൈഫിലേക്ക് അത് എങ്ങനെ മാറ്റാം, വളർച്ചക്കനുസരിച്ച് നമുക്കും മാറ്റങ്ങൾ ആവശ്യമാണ്. പഴയതിന് മാത്രം പിടിച്ചു നിൽക്കാതെ എല്ലായ്പ്പോഴും ഒരേ സുരക്ഷയിൽ നിൽക്കാതെ നമുക്ക് എവിടെയാണ് നല്ലത് ആ പാറ്റേണിലേക്ക് നമ്മൾ പോവുക. പിന്നെ സമയത്ത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ചില പക്ഷികൾ എന്ത് ചെയ്യും, ആകാശത്തെ ചിറകുകളെ വിശ്വസിക്കുന്നു. ഒരു കൊമ്പിൽ ഇരുന്നാൽ അവർക്ക് ധൈര്യം ഉണ്ട് അവിടെ ഇരിക്കണം എന്നുള്ളത്. ആ ചിറകുകളുടെ വിശ്വാസത്തിൽ അവരിയ്ക്കും. പക്ഷെങ്കിൽ നമ്മുടെ ജീവിത പാഠത്തിൽ നമ്മൾ ഇങ്ങനെ കൊണ്ട് നമുക്കെല്ലാം വ്യക്തമായിരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ചെറിയൊരു പടി എവിടെയും കിട്ടിയാൽ മതി, അതിൽ നിന്ന് നമ്മൾ മുന്നോട്ട് പോവുക. അവിടെ ഇപ്പോ ഷാനാസ് മാം പറഞ്ഞത് ഒരുപാട് സ്ട്രഗിൾ അവർക്കുണ്ട്. നമ്മുടെ മുമ്പിൽ എപ്പോഴാണ് ഒരു പോസിറ്റീവ് ഉള്ളത് അതിലൊന്ന് പിടിച്ചു കയറി നമ്മൾ മുന്നോട്ട് പോവുക. പിന്നെ അതേപോലെ മാമിന്റെ ഒരു പക്ഷികള് ഒരുപാട് കാറ്റ് നമ്മുടെ കാലാവസ്ഥ നിരീക്ഷിച്ചാണ് മുന്നോട്ട് പോകുന്നത് പറഞ്ഞു. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ തന്നെയാണ്. അത് നമുക്ക് മാറ്റാൻ പറ്റുന്നതാണ്. സാഹചര്യങ്ങൾ നമുക്ക് ഒരുപാട് ജീവിതത്തിൽ വരും. പക്ഷെ ആ സാഹചര്യങ്ങൾ നമ്മൾ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതാണ് നമ്മുടെ ലൈഫിൽ വേണ്ടത്. ആ പ്രതികരണത്തെ നമുക്ക് മാറ്റാൻ കഴിയണം. പ്രതികരിച്ച് മുന്നോട്ട് പോകണം. എവിടെയാണ് നമുക്കൊരു ചില പക്ഷികൾ എപ്പോഴും ഒരു സ്ഥലത്ത് വിശ്രമിക്കുന്നുണ്ടോ? ഇല്ല. അവരിങ്ങനെ കാറ്റിനനുസരിച്ച് കാര്യം പറന്നുകൊണ്ടിരിക്കാൻ. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് നമ്മൾ ദൗർബല്യമായിട്ട് ഇരിക്കുന്നത് അത് നമ്മുടെ ആരോഗ്യത്തിന്റെയും നമ്മുടെ ശക്തിന്റെയും കൂടെ ഒരു ഭാഗമായിട്ട് കണ്ടിട്ട് അവസരങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകും. എന്റെ ഒരു ദൗർബല്യം ഇതാണ്, പക്ഷെ ആ ദൗർബല്യം ഞാനത് മുതലെടുത്ത് എന്റെ ലൈഫിലേക്ക് ഭാഗമാക്കാൻ പാടില്ല. പക്ഷെ എന്റെ ജീവിതത്തിൽ ഈ ഒരു ദൗർബല്യം ഒരു പോസിറ്റീവിലേക്ക്, നല്ല കാര്യം എനിക്കറിയാം, ഇന്നൊരു ക്വാളിറ്റി എനിക്കുണ്ട്, എന്റെ ജീവിതത്തിൽ ഇത് ഭാഗമാക്കണം എന്നുള്ള ഒരു പാറ്റേണിലേക്ക് നമ്മൾ കൊണ്ടുപോവുക. പിന്നെ അതേപോലെ എനിക്ക് ഇതിൽ കുറച്ച് കൂട്ടിച്ചേർക്കാനുണ്ട്. ചില ഒരുപാട് ആളുകൾ പക്ഷികൾ ഒരുപാട് ഭാരം ചുമക്കുന്ന ആളുകളൊന്നുമല്ല. പക്ഷെങ്കിൽ അവര് പറക്കുന്ന സമയത്ത് അവർക്കും ഒരുപാട് ഭാരങ്ങൾ ആ ചുമലുകൾ ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഒരു ആകാശത്തേക്ക് പറക്കുമ്പോൾ അവര് പവർ കൊടുക്കുന്ന എവിടെയാണ്? ചിറകിലേക്കാണ്. പക്ഷെ നമ്മുടെ ഒരു ജീവിത പാഠത്തിലേക്ക് നമ്മൾ എന്താ കൊണ്ട് നമ്മുടെ പഴയ വേദനകളും നമ്മൾ അനുഭവിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ മനസ്സിലിട്ട് കൊണ്ട് നടക്കരുത് എന്നുള്ളതാണ്. ആവശ്യമനുസരിച്ച് ചികിത്സിക്കുക, ആളുകളുടെ സഹായം തേടുക, സങ്കടം വരുമ്പോൾ നമ്മൾ ആളുകളോട് പറയുക, അതിനനുസരിച്ച് നമുക്കും പറക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നല്ലൊരു സെഷൻ ആയിരുന്നു. കാരണം ഇതേപോലെ നമുക്ക് ഈ ഒരു പക്ഷിയെ പോലെ തന്നെ നമുക്കും പറക്കാൻ കഴിയട്ടെ. ഈ ഒരു കുടുംബത്തിൽ ആർക്കെങ്കിലും സങ്കടം ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുക. പിന്നെ അതേപോലെ സങ്കടങ്ങൾ ഷെയർ ചെയ്യുന്നത് പോലെ സഹായിക്കാൻ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഏതൊരു ഫിസിക്കലി ആയി മെന്റലി ആയെങ്കിലും നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ഫാമിലി സിമ്പിൾ മോർണിംഗ് സർക്കിൾ എന്ന് പറയുന്നത് നമ്മൾ കുറഞ്ഞ പേരാണെങ്കിൽ വലിയൊരു ഫാമിലിയാണ്. 30 പേരാണെങ്കിൽ 300 ചിന്തകളാണ് ഉള്ളത്. ആ ചിന്തകൾ നമുക്ക് 30 പേരിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് ഉണ്ടാവും. ഓക്കെ, കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഒരുപാട് പറയണമെന്നുണ്ട്. ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമാണ്. താങ്ക് യു മാം. വളരെ ഈ ഒരു മാമിന്റെ ആദ്യമായിട്ട് ക്ലാസ്സിലാണ് ഞാൻ വരുന്നത്. കാരണം മോൺ സർക്കിൾ കുറച്ച് വരുന്നുണ്ട്, പക്ഷെ മാമിന്റെ ക്ലാസ് ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. ഇത് പ്രതീക്ഷിച്ചില്ല. തുടക്കത്തിൽ ആ വീഡിയോവും സൂമിന്റെ ഒക്കെ ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നാലും അത് മാം കവർ ചെയ്ത് മുന്നോട്ട് പോയി. ഏതായാലും താങ്ക് യു അഗെയിൻ. താങ്ക് യു വെരി മച്ച് സർ. സാറിന്റെ വിലയേറിയ അഭിപ്രായത്തിന് ഞാൻ കാത്തിരിക്കുകയായിരുന്നു. താങ്ക് യു സോ മച്ച്. അതുപോലെ സാറിന്റെ കൂട്ടിച്ചേർക്കലുകളും ഒക്കെ വളരെ വിലപ്പെട്ടതാണ്. ശരിയാണ്, ജീവിതത്തിൽ നമ്മൾ തീർച്ചയായിട്ടും മോർണിംഗ് സർക്കിൾ നമ്മളെ വളർത്താനായിട്ട് ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. സോ നിങ്ങളെയൊക്കെ പരിചയപ്പെടാനും നിങ്ങളെയൊക്കെ പല സെഷൻസ് അറ്റൻഡ് ചെയ്യാനും ഒക്കെ ഒരു അവസരം ലഭിച്ചിരിക്കുകയാണ്. സോ ദാറ്റ്സ് വെരി ഗുഡ്. താങ്ക് യു വെരി മച്ച്. സാർ പറഞ്ഞ പോലെ ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ഈ മോർണിംഗ് സർക്കിൾ വന്നിട്ട് കുറച്ച് നാളായെങ്കിലും ഞാൻ സെഷൻ ഇപ്പോൾ ആദ്യമായിട്ടാണ് എടുക്കുന്നത്. സോ താങ്ക് യു. എന്നെയും ചേർത്ത് പിടിക്കുന്നതിന് ഒത്തിരി നന്ദി. താങ്ക് യു വെരി മച്ച്. സാറിന്റെ കമന്റുകൾക്ക് പ്രത്യേകം നന്ദി. നമസ്കാരം മാം. ഞാനും ആദ്യമായിട്ടാണ് മോർണിംഗ് സർക്കിൾ വരുന്നത്. വെൽക്കം. ഗണപതിക്ക് വെച്ചത് കാക്കൊണ്ട് പോയില്ല എന്ന് പറയുന്നത് പോലെ നല്ലൊരു അനുഭവമായിരുന്നു മാമിന്റെ ക്ലാസ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ബേർഡ്സിന്റെ ചില ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, അത് ജീവിതത്തിൽ നമ്മൾ ഒന്ന് റിലേറ്റ് ചെയ്തിട്ടുമുണ്ട്. ഇപ്പം പരുന്തിന്റെ കഴുകന്റെ കൊക്ക് കൊത്തിമാറ്റുന്ന അതൊക്കെ നമ്മൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അതുപോലെ കാക്കയുടെ ഒരു ഗ്രൂപ്പ് ഡൈനാമിക്സ് ഒക്കെ നമ്മൾ ശരിക്കും നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്രയും കാര്യങ്ങൾ മാം അത് കൃത്യമായി തന്നെ
സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ച് അതിനെ നമ്മുടെ ജീവിതമായിട്ട് ഓരോന്നും ഇങ്ങനെ അതിലേക്ക് ഒന്ന് റിലേറ്റ് ചെയ്ത് കൊണ്ടുവന്നപ്പോൾ ശരിക്കും രസകരമായിട്ടും എൻജോയബിളായിട്ടും അനുഭവപ്പെട്ടു. എത്ര നല്ല പാഠങ്ങളാണ് നമ്മളെക്കാൾ എത്ര ചെറിയ ജീവികളെന്ന് നമ്മൾ വിചാരിക്കുന്ന പക്ഷികൾ നമ്മളെ പഠിപ്പിക്കുന്നതെന്നാണ് ഇപ്പോൾ എനിക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. വളരെ നല്ല ഒരു സെഷനായിരുന്നു. ഒരു എന്താ പറയണ്ടേ, എൻവയൺമെന്റൽ എന്നതിനോടൊപ്പം തന്നെ ഫിലോസഫിക്കൽ കൂടിയായിട്ടുള്ളൊരു നല്ല ലെസൺ. മാം, എനിക്കൊരു അഡീഷൻ കൂടിയുണ്ട്. ഈ പക്ഷികൾ ഒരു സമയം കഴിയുമ്പോൾ അവരുടെ കുഞ്ഞുങ്ങളെ കൊത്തിയകറ്റും. പക്ഷെ നമ്മളത് ചെയ്യാറില്ല. നമ്മൾ വലിയ ഒരു കാലം വരെ നമ്മളുടെ മക്കളെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും വിടാതെ നമ്മളവിടെ ഇങ്ങനെ ചേർത്ത് നിൽക്കും. അപ്പോൾ അവരുടെ ഒരു സെൽഫ് കോൺഫിഡൻസ് ഒക്കെ ശരിക്കും വികസിക്കേണ്ട രീതിയിൽ വികസിക്കാൻ പലപ്പോഴും നമ്മൾ ചെയ്യാറില്ല. അപ്പോൾ അതുകൂടി ഒന്ന് ആഡ് ഓൺ ചെയ്യാറുണ്ട്. താങ്ക് യു വെരി മച്ച് ഫോർ ദ മോർണിംഗ് ഫീസ്റ്റ്. Thank you very much, ma'am. Thank you for your good comments. മാം കൂട്ടിച്ചേർത്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കോഴി അതിന്റെ കുഞ്ഞുങ്ങളെ കുത്തി മാറ്റുന്നത് നമ്മൾ കാണാറുണ്ട്. എന്ന് പറഞ്ഞ പോലെ പല പക്ഷികളും മാം പറഞ്ഞ പോലെ തന്നെ മക്കളെ ആ സമയമാകുമ്പം ഇൻഡിപെൻഡന്റ് ആക്കുന്നു. നമ്മൾ ഈഗിളിന്റെ കാര്യം പറഞ്ഞില്ലേ, പറക്കാൻ പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ നമ്മൾ നമ്മുടെ മക്കളെ കാര്യങ്ങളൊക്കെ ചെറുപ്പത്തിലെ തന്നെ പഠിപ്പിച്ച് ആ ഒരു രീതിയിൽ സെറ്റ് ചെയ്തുകൊണ്ട് വന്നാൽ we are really setting them for life. So definitely that is very important. Very good message, ma'am. Thank you so much, and thank you for the feedback. Good morning, ma'am. Susan ma'am. Good morning, Chandra ma'am. Sorry. A wonderful session. Okay, thank you, Sajna ma'am. മാം, ആക്ച്വലി നമ്മളെപ്പോഴും ചെറുപ്പത്തൊട്ട് പറഞ്ഞു കേൾക്കുന്നത് നമ്മുടെ എൻവയൺമെന്റ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളത്. ഇന്ന് മാം ഈ ബേർഡ്സ് വെച്ചിട്ട് പറയുമ്പോൾ ഇറ്റ് വാസ് റിയലി വണ്ടർഫുൾ. എല്ലാം നമ്മൾ ആക്ച്വലി മാം പറഞ്ഞപ്പോ നമ്മുടെ ലൈഫിൽ എല്ലാം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകണോ, എങ്ങനെ ഫേസ് ചെയ്യണം, ഔലായാലും ശരി ഈഗലായാലും ശരി, നമ്മൾ മാം പറഞ്ഞത് വെച്ചിട്ട് ടേക്ക് ദം ആസ് എൻ എക്സാമ്പിൾ and try to imbibe all those things into our life എന്നുള്ളത് മാം പറഞ്ഞു തരുമ്പോ നല്ലൊരു ഇൻഫോർമേഷൻ ആയിരുന്നു. ഈവൻ അനിമൽസ്, ഞാൻ എന്റെ ഫേവറേറ്റ് ചാനൽ എന്ന് പറയുന്നത് അനിമൽ പ്ലാനറ്റ് ആണ്. ഡിസ്കവറി ചാനൽ, ഇങ്ങനത്തെ ചാനൽസ് ആണ് ഞാൻ നോക്കുന്നത്. ഈ ബാക്കി ചാനൽസ് നോക്കണ പകരം എക്സെപ്റ്റ് ന്യൂസ് ചാനൽസും ഇന്ന് വേസ്റ്റ് ആണ്. ആർഗ്യുമെന്റ്സും നമ്മളുടെ ഒരു ഗ്രോത്തും ഇല്ല, പൊളിറ്റിക്സും ആണ്. ബട്ട് അനിമൽ പ്ലാനറ്റ് ഇതുമാതിരിയുള്ള ചാനൽസ് നമ്മളെ കുട്ടികളെ നോക്കാനായിട്ട് പഠിപ്പിച്ചാലും ഫ്രം യങ് ഏജ് ഇറ്റ് സെൽഫ് ദേ ലേൺ ബൈ സീയിങ്. എപ്പോഴും നമ്മൾ പറയണത് കണ്ടിട്ട് കേട്ടിട്ടും പഠിക്കുമ്പോഴായിരിക്കും അവർക്ക് കൂടുതൽ ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. സോ നമ്മുടെ കുട്ടികളെ ആ മാതിരി ചാനൽസ് കാണാൻ പഠിപ്പിക്കണം എന്നല്ലാതെ ആൻഡ് ടു സം എക്സ്റ്റെന്റ് കാർട്ടൂൺ ഇട്ട് കൊടുക്കുക. കാർട്ടൂൺ വന്നിട്ട് അഡിക്ഷൻ ആയിട്ട് മാറുന്നത് കൊണ്ട് അത് അവോയ്ഡ് ചെയ്യുക. അതേ രീതിയിൽ നമ്മുടെ ആനിമൽസും, നമ്മളുടെ അടുത്തുള്ള ആനിമൽസും നമ്മളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഞാനിപ്പോ എന്റെ വീട്ടിൽ തന്നെ, എൻ്റെ അടുത്ത് ഞാൻ കുറെ ഗ്രൂപ്പ്സിലൊക്കെ ഇമേജ് ക്ലബ്ബ്, ഫോട്ടോഗ്രാഫി ക്ലബ്ബ് ഇതിലൊക്കെ ഇരിക്കുമ്പോ അവര് പറയണത് നിങ്ങളുടെ വീടിന്റെ 4 പുറം ശ്രദ്ധിച്ചാൽ മതി, ഇപ്പൊ കുറെ പഠിക്കാനുണ്ട്. ഞാനിപ്പോ എന്റെ വീട്ടിലെ മുകളിലെ ടെറേസിലേക്കാണ് പക്ഷി വന്നിട്ട് കൂട് കെട്ടുന്നത്. സോ ഹൗ ദേ ലിവ് ആസ് എ ഫാമിലി ഓൾസോ. ഫാമിലി പോലും ലെസൺസ് ലേൺ ചെയ്യാൻ പറ്റും. ഹൗ ദേ ആർ ടുഗെദർ വർക്കിംഗ് അറ്റ് വേണ്ട സമയത്ത് രണ്ടാളും ഒന്നിച്ചിട്ട് വർക്ക് ചെയ്ത് എഗ് ലേ ചെയ്യുന്നതും എഗ്ഗിനെ എങ്ങനെ കെയർ എടുക്കുന്നത്, അത് വിരിഞ്ഞ് വരുന്നവരെ അത് എത്രമാത്രം ലൈഫിൽ സാക്രിഫൈസ് ചെയ്തിട്ട് അതിന്റെ വിരിയാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ബേർഡ്സിൽ നിന്ന് പഠിക്കാനുണ്ട് എന്നുള്ളത് മാം നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. പിന്നെ ഞാൻ ചെറുതാവുമ്പോ സലീം അലി പറഞ്ഞിട്ട് ഒരു ഓർണിത്തോളജിസ്റ്റ് ഉണ്ടായിരുന്നു. അയാളെ ഞാൻ ഒരുപാട് അയാളുടെ റൈറ്റിങ്സ് ഇതൊക്കെ ഞാൻ വായിക്കുന്ന ഒരാളായിരുന്നു. ജസ്റ്റ് ഒരു ആഡ് ഓൺ ആയിട്ട് പറയാ, നമ്മള് മാം ചോദിച്ചില്ലേ ബേർഡേ ഉണ്ടെന്നറിയാം. എനിക്ക് അറിയുന്ന ഒരു ബേർഡേ ഇന്ത്യ, ആസ് ഫാർ ആസ് ഇന്ത്യ ഇസ് കൺസേൺ, ഇഫ് ഐ എം റോങ്, November 12th ഓർമ്മ. സലീം അലിയുടെ ബർത്ത്ഡേ നമ്മള് ബർത്ത്ഡേ ആയിട്ട് ഓർഗനൈസ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. വേൾഡ് ബർത്ത്ഡേ എനിക്ക് ഓർമ്മയില്ല. എനിവേ
താങ്ക് യു ഫോർ ദിസ് വണ്ടർഫുൾ സെഷൻ മാം. ഞാൻ പലപ്പോഴും ഈ മോർണിംഗ് സർക്കിളിൽ കയറുന്നത് എല്ലാവരുടെയും ഡിസ്കഷൻ കേൾക്കുമ്പോൾ ഒരുപാട് നോളേജ് കിട്ടുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലായത്. പ്രസന്റേഴ്സ് എന്തായാലും നല്ല രീതിയിൽ എല്ലാ ടോപ്പിക്സും റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. വൺസ് അഗൈൻ ബെസ്റ്റ് വിഷസ് ആൻഡ് വി വാണ്ട് മോർ ഫ്രം യു. താങ്ക് യു ഓൾ. ഹലോ മാം. താങ്ക് യു. ഹലോ പറഞ്ഞോ. മാം, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഒരു മാം, സെക്കൻഡ്, ബേർഡ്സിനെ ഓക്കെ. ഒറ്റ സെക്കൻഡ്. ചന്ദ്ര മാം, താങ്ക് യു സോ മച്ച്. മാമിന്റെ നല്ല വാക്കുകൾക്ക് ഒത്തിരി നന്ദി. മാം പറഞ്ഞ പോലെ ഈ ഗൂഗിളിൽ നമുക്ക് കിട്ടുന്നത് ഈ ഡേറ്റ് ആണ്, ജനുവരി 5th. പിന്നെ പക്ഷെ മാം പറഞ്ഞത് വേറൊരു പുതിയ അറിവായിരുന്നു. ഇത് കൂടാതെ നാഷണൽ ഗ്ലോബലായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് ജനുവരി 5th അല്ല, May 4th എന്നാണ് കാണിക്കുന്നത്. ബട്ട് എനിവേ, പിന്നെ അതുപോലെ US-ന് ഒരു ഡേ ഉണ്ട്. US-ന്റെ ഡേയും US ആണ് ഒരു ബേർഡ് ഡേ എന്ന് പറഞ്ഞ് അവർ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതൊരു ജനറൽ അപ്രീസിയേഷൻ ഓഫ് ബേർഡ്സ് ആണ്. അതാണ് May 4th. മറ്റേ ജനുവരി 5th ഗ്ലോബലി നമ്മൾ ഇവിടെയും ഇന്ത്യയിലും ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് ഗൂഗിള് പറയുന്നത്. അപ്പൊ അതിനെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഐ വിൽ ഹാവ് ടു ചെക്ക് ദാറ്റ് ഔട്ട്. ബട്ട് എനിവേ, താങ്ക് യു സോ മച്ച്. I wanted to bring out this Salim Ali because ഞാൻ ചെറുപ്പത്തിൽ ഒരുപാട് കുറിച്ചിട്ട് കേട്ടിരിക്കുന്ന ഒരാളാണ്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരാളാണ്. ബേർഡ്സിലൊക്കെ ഇൻട്രസ്റ്റഡ്. നമുക്ക് വി ഹാവ് ടു മേക്ക് എ സ്റ്റഡി ഓഫ് ഹിം എന്നുള്ള പലർക്കും ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ജസ്റ്റ് ഐ പുട്ട് അപ്പ് ദാറ്റ്. എനിവേ, വെരി വണ്ടർഫുൾ മാം. യെസ്, താങ്ക് യു സോ മച്ച് മാം. യെസ്, കണ്ടിന്യൂ. ആരോ ഒരാൾ പറയുന്നുണ്ടായിരുന്നു. സോറി, ഞാൻ അവരെ കട്ട് ചെയ്യേണ്ടി വന്നത്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് മാം, ഷമീനയാണ്. ഓ, ഷമീന, ഗുഡ് മോർണിംഗ്. യു കണക്റ്റഡ് വിത്ത് ഗുഡ് മീ മോർണിംഗ് മാം. യെസ്. യെസ് മാം, ബേർഡ്സിനെ കുറിച്ച് ഒരുപാട് പറഞ്ഞു. വളരെ നല്ലൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടായിരുന്നു. അതുപോലെ മാം പറഞ്ഞ ഓരോ കാര്യങ്ങളും ഞാൻ കണക്ട് ചെയ്തത് ഈ ഒരു മോർണിംഗ് സർക്കിൾ എന്നൊരു ടീമായിട്ടാണ്. അതായത് നമ്മൾ ഈ ഒരു മോർണിംഗ് സർക്കിൾ ഇതൊരു ടീം വർക്കാണ് ശരിക്ക്. അതുപോലെ രാവിലെ ഒരു ഹമ്മിങ്ങോട് കൂടി തുടങ്ങും. അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു റിസോഴ്സ് വെച്ച് അവർ ഹാപ്പിയാണ്. ഇപ്പൊ തന്നെ മാമിന്റെ നെറ്റ്വർക്ക് ഇഷ്യൂസ് ഒക്കെ വന്നെങ്കിലും അവര് ഓരോരുത്തരും സപ്പോർട്ട് ചെയ്ത് ഉള്ളത് എന്താണോ അത് വെച്ച് ഈ ടീം വളരെ ഹാപ്പിയാണ്. അപ്പൊ ശരിക്കും ഈ ഒരു ടീം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു മൈൻഡ്ഫുൾനെസ്സും കൂടിയാണ്. ഇവിടെ നമ്മൾ ഇരിക്കുമ്പോൾ എല്ലാവരും പ്രസന്റിലാണ്, ഹാപ്പിയാണ്. സോ അങ്ങനെ ഈ ഒരു സെഷൻ നമ്മുടെ ഒരു മോർണിംഗ് സർക്കിൾ ഗ്രൂപ്പായിട്ടാണ് എനിക്ക് കണക്ട് ചെയ്യാൻ തോന്നിയത്. എനിവേ, താങ്ക് യു മാം ഫോർ ഷെയറിംഗ് ബ്യൂട്ടിഫുൾ സെഷൻ. താങ്ക് യു. താങ്ക് യു വെരി മച്ച് ഫോർ യുവർ കൈൻഡ് വേർഡ്സ്. ഹേമലത മാം പറയൂ. പറയുന്നുണ്ടായിരുന്നു അല്ലേ സൂസൻ മാം, ഇടക്കിടക്ക് മോർണിംഗ് സർക്കിളിന്റെ പറയുന്നത് കണക്ട് ചെയ്തിട്ട്. എന്തായാലും താങ്ക് യു സൂസൻ മാം. ഇന്ന് വളരെ നല്ലൊരു സെഷൻ. അത് മാത്രമല്ല, നമ്മള് ഇത്ര വലിയൊരു പ്രതിസന്ധിയൊക്കെ വന്നാൽ പെട്ടെന്ന് PPT അങ്ങ് പോയി കഴിഞ്ഞാൽ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്ക് വലിയ ബുദ്ധിമുട്ട് വരും അത് മാനേജ് ചെയ്ത് പോവാൻ. പക്ഷെ മാം അത് വളരെ നന്നായിട്ട് നമ്മളോട് കാര്യം പറഞ്ഞിട്ട് പിന്നെ ഇത്രയും പ്രിപ്പയർഡ് ആയതുകൊണ്ടാണ് PPT ഇല്ലാതെയും ഇതുപോലെ എല്ലാ പോയിന്റ്സും പറയാനും ചെയ്യാനും ഒക്കെ പറ്റിയത്. തീർച്ചയായിട്ടും അഭിനന്ദനങ്ങൾ അങ്ങനെ ഒരു സെഷൻ അവതരിപ്പിക്കുന്നതിൽ ആദ്യമായിട്ട്. പിന്നെ ഓരോ കാര്യങ്ങളും ഓരോ പക്ഷികളിൽ നിന്നും നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. അതെല്ലാം വളരെ വേഗത്തില്, കാര്യം ഇത്രയും സമയം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. കുറച്ച് കാര്യങ്ങളൊന്നും അല്ല, ഒത്തിരി കാര്യങ്ങള് കുറഞ്ഞ നേരത്തില് പറഞ്ഞ് ഒരുപാട് പക്ഷികളെ കുറിച്ച് പറഞ്ഞു. നമുക്ക് ഫുൾ കേട്ടു മുഴുവൻ നോട്ട് ചെയ്യാനൊന്നും പറ്റുന്നില്ലെങ്കിൽ ഇതിന്റെ വീഡിയോ വരുമല്ലോ, പിന്നെ നമുക്ക് ബാക്കി വിശദമായി ഇനിയും കേൾക്കാം. എന്തായാലും വളരെ എന്താ പറയാ, മോട്ടിവേഷണൽ ആയിട്ടുള്ള എനർജറ്റിക് ആയിട്ടുള്ള ഒരു മോർണിംഗ് സമ്മാനിച്ചതിന് നന്ദി. അതുപോലെ തന്നെ ഈ മോർണിംഗ് സർക്കിളും വിംബിൾ ഗ്രൂപ്പും വലിയൊരു എന്താ പറയാ, ഒരു സേവനം തന്നെയാ ചെയ്യുന്നത്. എല്ലാവരെയും രാവിലെ ഇത്രയും, ഞാൻ ആദ്യമൊക്കെ ഇത് 5:30-ക്ക് 5:30 എങ്ങനെയാ കേൾക്കുക എന്ന് വിചാരിച്ച് വിട്ടിരുന്നു. പിന്നെ കേട്ടു തുടങ്ങിയപ്പോഴാണ് അതിനോട് അത്രയും താല്പര്യം വരികയും ഇപ്പൊ എങ്ങനെങ്കിലും അത് കേൾക്കണം എന്ന് വെച്ച് നമ്മൾ ആ സമയത്ത് അത് ഓണാക്കി വെച്ച്, എന്നും പറ്റാറില്ല, വേറെ ചില ദിവസങ്ങളിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു പോകും. അങ്ങനെ എന്തായാലും കേൾക്കുന്നിടത്തോളം ഒരു ടീം വർക്കായിട്ട്, പിന്നെ
ഇവിടെ ഉള്ളവരെല്ലാം അത്യാവശ്യം പ്രതികരിക്കുന്നവരും നന്നായി അവനവൻ അറിയുന്ന, ഞാൻ മുമ്പാരോ പറഞ്ഞ പോലെ ചർച്ചകളാണ് ഇതിലെ കൂടുതൽ. നന്നായി പ്രസന്റ് ചെയ്തതിന് ശേഷമുള്ള ചർച്ചകൾ കേൾക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ താങ്ക് യു ഓൾ. നിസാം സാർ ഇവിടെ ഉള്ളതും നമുക്ക് വലിയൊരു ഇൻസ്പിറേഷൻ ആണ് കേട്ടോ. സാർ ആ സമയത്ത് വേണ്ടതെല്ലാം പറഞ്ഞു തരുന്നുണ്ട്. എല്ലാവർക്കും താങ്ക് യു. താങ്ക് യു താങ്ക് മാം. യു വെരി മച്ച് മാം. ഇന്ന് എല്ലാരും നിസാവിന്റെ പേരിലാവണ്ട, ഇന്ന് നമ്മുടെ മാമിന്റെ പേരിലേക്ക് പോവാ. സൂസൻ മാം ഒന്ന് അടിപൊളിയാക്കിയിട്ടുണ്ട്. ഒന്നും പറയാൻ പറ്റില്ല. മാമിനൊന്ന് പേഴ്സണലായിട്ടൊന്ന് വിളിക്കണം, എങ്ങനെ സാധിക്കുന്നത് എന്നുള്ളത്. കാരണം നമ്മള് ഏറ്റവും സാധാരണ പ്രതീക്ഷിക്കുന്ന സൂസൻ മാമിന്റെ ആ ഒരു കമന്റ് ആണ്, ഫീഡ്ബാക്ക് ആണ്. പക്ഷെ ആ എനർജിയോട് തന്നെ ഒരു 40-45 മിനിറ്റ് എടുത്തു എന്നുള്ളതാണ്. ഭയങ്കര സന്തോഷമായി. അതെ, ഓക്കെ, അതിനകത്ത് എനിക്ക് ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാനുണ്ട്. നമ്മൾ ഇന്നലെ ഞാനും സൂസൻ മാം ഒരു മണിക്കൂറോളം ഇരുന്നിട്ടാണ് ഈ PPT ഒന്ന് ഷെയർ ചെയ്യാവുന്ന രൂപത്തിലാക്കിയത്. പക്ഷേ ഇന്ന് രാവിലെ ഇപ്പം മാമിന് വീണ്ടും ഈ എന്തോ ടെക്നിക്കൽ ഇഷ്യൂ കാരണം അത് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം നമ്മൾ ലൈഫിൽ ഇടുന്ന എഫേർട്ട് എല്ലാം വിജയിക്കണം എന്നില്ല. ബട്ട് വി ഹാവ് ടു ലെറ്റ് ഇറ്റ് ഗോ ആൻഡ് മൂവ് ഓൺ. അതവിടെ സ്റ്റക്കായി പോകരുത്. അത് PPT ഇല്ലാതെ അതാ തന്നെ നമ്മളെ നമുക്ക് നേരത്തെ മുന്നോട്ട് പോകാൻ ഷമീന പറ്റില്ല. പറഞ്ഞോട് നമ്മൾ അക്സെപ്റ്റബിൾ ആണ്. അത് എന്ത് സംഭവിച്ചാലും ഈ ഒരു സർക്കിളെ അക്സെപ്റ്റബിൾ ആണ്. അതെ, ശരിക്കും ഈ സർക്കിള് നമ്മളെ ഒത്തിരി വളർത്തുന്നുണ്ട്. ഇപ്പൊ നേരത്തെ ഹേമലത മാം പറഞ്ഞ പോലെ നമ്മള് ഹുക്ഡ് ആണ്. ഐ ബിക്കെയിം ഹുക്ക് ടു ദിസ് നൗ. നേരത്തെ ഞാൻ കുറച്ച് നാളായിട്ട് കേൾക്കാൻ തുടങ്ങിയെങ്കിലും ആദ്യമൊക്കെ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാൻ പറ്റുന്നുള്ളായിരുന്നു. പക്ഷെ ഇപ്പം ഒരു ദിവസം മിസ് ചെയ്താൽ വലിയ സങ്കടമാണ്. അപ്പൊ ആ മിസ് ചെയ്യുന്ന സമയത്ത് ചില സാഹചര്യങ്ങളോട് മിസ് ചെയ്യുമ്പോൾ പിന്നെ അതിന്റെ റെക്കോർഡിങ് കാണും. സോ ദിസ് ഈസ് എ ഗ്രൂപ്പ് ദാറ്റ് റിയലി മേക്സ് എവരി വൺ ഗ്രോ ആൻഡ് ഏബിൾ ടു ഡെവലപ്പ്. യെസ്, ഗുഡ് അഡിക്ഷൻ. പോസിറ്റീവ് അഡിക്ഷൻ. അത് കൂടുതൽ പേര് ഇതിനകത്തോട്ട് വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു എവരിവൺ. യെസ് യെസ് മാം. വേറെ ആരും സംസാരിക്കുന്നുണ്ടോ? സഞ്ജന മാം ഓ, ഓക്കെ. സൂസൻ മാം ഒരുപാട് കാലം വെയിറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ് ആണ് ഞങ്ങള്. അപ്പോഴതിനെ വളരെ നല്ല രീതിയിൽ തന്നെ എല്ലാ പക്ഷികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ലൊരു സെഷൻ ഞങ്ങൾക്ക് രാവിലെ തന്നെ തന്നു. ഒരുപാട് മോട്ടിവേഷണൽ ആയിട്ടുള്ള നല്ല നല്ല അറിവുകൾ കിട്ടാൻ കഴിഞ്ഞു. ഒരുപാട് താങ്ക്സ്. മാമിന്റെ ആഡ് ഓൺ എപ്പോഴും ഞങ്ങൾക്കൊക്കെ ഹെൽപ്പ് ആവാറുണ്ട്. ഓരോ ക്ലാസ് എടുക്കുമ്പോഴും അതിന്റെ നമ്മൾ വിട്ടുപോയ എല്ലാ പോയിന്റ്സും ഇപ്പോൾ അതിന്റെ കൂടെ തന്നെ മാമിനും അതുപോലെ തന്നെ ചന്ദ്ര മാം എല്ലാവരും തന്നെ കേട്ടോ വളരെ ആക്റ്റീവായിട്ടാണ് നമ്മൾ ഈ മോർണിംഗ് സർക്കിൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴെനിക്ക് തോന്നുന്നു ഒന്നുകൂടെ നമ്മൾ വീണ്ടും ആക്റ്റീവാക്കി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അത് ഇനിയും തുടർന്ന് പോവട്ടെ. ഇന്നത്തെ സെഷൻ വളരെ മനോഹരമായിരുന്നു. ഒരിക്കൽ കൂടി ഞാൻ മാമിന് ഒരുപാട് അഭിനന്ദനങ്ങൾ. താങ്ക് യു സോ മച്ച് സീന മാം ഫോർ യുവർ കൈൻഡ് വേർഡ്സ്. ഇന്നലെ കണ്ടപ്പോഴെന്നെ പോസ്റ്റർ കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഹാപ്പിയായി. ഞാൻ അപ്പൊ തന്നെ സ്റ്റാറ്റസ് വെച്ചു. കാരണം കുറെ കാലമായിട്ട് വെയിറ്റ് ചെയ്തതാണല്ലോ. അതുകൊണ്ട് ഒരു വല്ലാത്തൊരു കാര്യം ഉണ്ടായിരുന്നു. പിന്നെ ഒരു 5 മിനിറ്റ് വൈകിട്ടാണ് എത്തിയത്. ഇത് വേറൊരു ഇതിൽ നിന്ന്. ഏതായാലും ബാക്കി മുഴുവൻ കേട്ടു. തുടക്കത്തിലുള്ളത് പിന്നെ ആ PPTന്റെ ഒരു ഇഷ്യൂസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അല്ലെ? പക്ഷെ അതൊക്കെ മാം നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തു. ഓക്കെ, ഇനിയും നല്ല നല്ല ക്ലാസ്സുകളായിട്ട് മാം ഇനിയും വരണം. തീർച്ചയായിട്ടും. താങ്ക് യു. എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ഒത്തിരി സന്തോഷം തരുന്നുണ്ട് കേട്ടോ. ഇന്നത്തെ ദിവസം ഫുൾ എനർജി, ഫുൾ പോസിറ്റിവിറ്റി. അതെല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. ഞാൻ ഇന്നലെ റൌസ് സാറിനോട് പറയായിരുന്നു സൂസൻ മാമും ചന്ദ്ര മാമും ബോബി മാമൊക്കെ ഈ ഒരു ഇതിലും ഇങ്ങനെയൊക്കെ നിൽക്കണൊക്കെ നമുക്കൊക്കെ ഭയങ്കര ഇൻസ്പിറേഷൻ ആണെന്ന് പറയായിരുന്നു ഇന്നലെ. അന്ന് സ്ലോട്ട് ഇട്ടത് മുതൽ മാമിന്റെ ക്ലാസ്സിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. സൂസൻ മാമിന്റെ ഡേറ്റ് വരുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. എന്നാലും അടിപൊളിയായിരുന്നു കേട്ടോ. ഒരുപാട് പോയിന്റ്സ് കിട്ടി. പറഞ്ഞ പോലെ നമ്മൾക്ക് നാച്ചുറലായിട്ട് കണക്ട് ചെയ്തിട്ട് പറയുമ്പോൾ നമുക്കത് പെട്ടെന്ന് ക്ലിക്ക് ആവും. ഒരുപാട് മെസ്സേജ് കിട്ടി ഉള്ളതാണ്. പിന്നെ ആ ഈഗിളിന്റെ കാര്യങ്ങളൊക്കെ, അതായത് നമ്മൾ ചില സമയങ്ങളിൽ നമ്മൾക്ക് മാറ്റത്തിന് വേണ്ടിയിട്ട് വേദനജനകമായ മാറ്റത്തിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ അത് സ്വീകരിക്കണം എന്നുള്ളതും നമ്മുടെ ലൈഫിൽ അങ്ങനെ ഒരുപാട് മെസ്സേജസുകൾ നമുക്ക് പല തരത്തിലുള്ള ബേർഡ്സുകളിലുണ്ട്. മാം പറയുന്ന ഓരോ പോയിന്റ്സും അടിപൊളിയായിരുന്നു കേട്ടാ. ശരിക്കും നല്ല ക്ലാസ് ആയിരുന്നു. അതെ, പ്രകൃതിയിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട് ഓരോ ജീവിയിൽ നിന്നും അല്ലെ? ശരിക്കും നമ്മളൊന്ന് കണ്ണ് തുറന്ന് നോക്കിയാൽ മതി. നേച്ചറിലേക്ക് അതുകൊണ്ടാണല്ലോ നമ്മളുടെ
അതെ അതെ, നമ്മുടെ റിലീജിയസ് ആയിട്ടുള്ള ബുക്കുകളിലൊക്കെ പറയും നമ്മളോട് നാച്ചുറലായിട്ട് കണക്ട് ചെയ്യാം. നമുക്ക് അതിൽ നിന്ന് തന്നെ ഒരുപാട് ലെസൺസ് ഉണ്ടല്ലോ. യെസ്, ഇപ്പോഴും അതൊരു യെസ് എല്ലാരും ആ ഒരു രീതിയിലേക്ക് കൂടുതൽ അടുക്കുന്നുണ്ട് കേട്ടോ, പ്രകൃതിയായിട്ട് സത്യത്തില്. യെസ്, ഡെഫിനറ്റ്ലി. കാരണം കൂടുതൽ അവയർനെസ് ഉണ്ട്, അതുപോലെ ആൾക്കാർ കൂടുതൽ ആ ഒരു മെന്റാലിറ്റിയിലേക്ക് വരുന്നുണ്ട്, പ്രകൃതിയെ സപ്പോർട്ട് എന്താണെങ്കിലും ചെയ്യാനും. വർക്ക് ചെയ്യുമ്പോൾ പോലും ശരിക്കും നമ്മൾ പോസിറ്റീവായിട്ട് പറയുമ്പോൾ നമ്മൾ പറയാം അങ്ങനെയാണല്ലോ, നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യാം, ബാക്കി നമുക്ക് പ്രകൃതി തന്നോളും, നമുക്ക് ഡിസേർവ് ആയത് നമുക്ക് എന്താണോ അർഹിച്ചത് അത് നമുക്ക് കിട്ടിക്കോളും എന്നുള്ള ഒരു വിശ്വാസമാണ് ശരിക്ക്. അത്രയും തീർച്ചയായിട്ടും പ്രകൃതിയിലേക്ക് ഒരു കണക്ഷൻ കൂടുന്നുണ്ട് പഴയ കാലത്തെക്കാളും. പ്രത്യേകിച്ച് ഞാൻ മനസ്സിലാക്കിയത് കുട്ടികളെ ഭാഗത്തു നിന്നൊക്കെ അവരുടെ ഒരു ടോക്ക് തന്നെ ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. നമ്മളെ കാലത്ത് അത്ര അങ്ങനെ പറയാറില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴത്തെ ന്യൂജൻ മക്കള്, ഒരു കോളേജ് പഠിക്കുന്ന മക്കളൊക്കെ ഈ ഒരു സംഭാഷണം കൂടുതൽ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. യൂണിവേഴ്സ് അല്ലെ പ്രകൃതി അത് തന്നോളും, നമ്മളെ എഫേർട്ടാണ് വേണ്ടത്, ബാക്കി വിട്ടുകൊടുക്കുക എന്നുള്ളത്. അതായത് അത്രയ്ക്കും എന്താണ് ആ ഒരു വിശ്വാസം, ഒരു കോൺസെപ്റ്റിലൂടെ പോണ ഒരു കുറെ ആളുകളുണ്ട്, കുട്ടികള്. ഏതായാലും വളരെ തീർച്ചയായിട്ടും നല്ലതന്നെ മാം. താങ്ക് യു സോ മച്ച് അതേ മാം. അതിന് തന്നെ മാം ഇപ്പൊ പറഞ്ഞതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. നമ്മൾ കണ്ടിട്ടുണ്ട് പല എഞ്ചിനീയറിംഗ് വരെ പഠിച്ച മക്കള് പലരും ഈ കൃഷിയിലേക്ക് തിരിയുന്നുണ്ട് കേട്ടോ, കൃഷി ചെയ്യുന്നവരാണ്. അപ്പൊ അതൊക്കെ പ്രകൃതിയുമായിട്ടുള്ള അവരുടെ ഒരു റീകണക്ഷൻ ആണ്. അപ്പൊ അതൊക്കെ വളരെ നല്ല കാര്യമാണ്. മക്കള് കൂടുതലായിട്ട്, യങ്ങർ ജനറേഷൻ കൂടുതലായിട്ട് ഇതിനകത്തേക്ക് ഇൻട്രസ്റ്റ് കൊടുക്കുന്നു, അവയർനെസ് എടുക്കുന്നു എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. താങ്ക് യു സൈന മാം. അതുപോലെ സജന മാം, ഒത്തിരി താങ്ക്സ്, എല്ലാ സപ്പോർട്ടിനും ഒത്തിരി താങ്ക്സ് കേട്ടോ. അപ്പൊ അതുപോലെ പലരും ഇപ്പം കമന്റ് പറഞ്ഞു ഈ ഒരു സെഷന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു. അതൊക്കെ കേട്ടിട്ട് ഐ ഡോണ്ട് നോ, അത്രയ്ക്ക് എന്നെ വളരെയധികം സന്തോഷിപ്പിക്കുന്നുണ്ട്. കാരണം ഐ എം റിയലി ഹാപ്പി. എനിക്ക് ഈ ഒരു ഗ്രൂപ്പും ഈ ഒരു സപ്പോർട്ടും ഒക്കെ എന്നെ നല്ലതായിട്ട് സന്തോഷിപ്പിക്കുന്നുണ്ട്. പിന്നെ മാമിനോട് ഒരു ഒരു അപ്പോളജിയും കൂടെ പറയാനുണ്ട്. ഇന്നലെ വൈകുന്നേരം മാം മെസ്സേജ് ചെയ്തപ്പോൾ ഞാൻ ഒരു മീറ്റിംഗിലായിരുന്നു, അപ്പൊ എനിക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റിയില്ല. ബട്ട് ഐ തിങ്ക് കുഴപ്പമില്ല സർ, ഓക്കെ. കുഴപ്പമില്ല. ഞാൻ വിചാരിച്ചു ഇൻ കേസ് PPT വർക്ക് ചെയ്തില്ലേ സാറിന് അയച്ചു തരാം, അയച്ചു തന്നിട്ട് വേണമെങ്കിൽ സാറിനോട് പ്ലേ ചെയ്യാൻ പറയാമെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു. പക്ഷെ അപ്പൊ അന്നേരം പിന്നെ ഐ നോ യു ആർ ബിസി. അടുത്ത തവണ നമുക്ക് ഉഷാറാക്കണം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എന്തായാലും മാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്തോളൂ കേട്ടോ മാം, PPT ഒക്കെ തീർച്ചയായിട്ടും. ബേർഡ്സിനൊക്കെ കാണാലോ. PPT ഞാൻ അതിനകത്ത് ഇടാം തീർച്ചയായിട്ടും. ഗുഡ് മോർണിംഗ്. സോറി. ഗുഡ് മോർണിംഗ് ഗുഡ് സൂസൻ മാം. മോർണിംഗ്. ഓ ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഞാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു വളരെ കേട്ടോ നല്ല. കമന്റിന്. ഞാനേ ഇത് ഓൺ ആക്കുന്നുണ്ട്, പക്ഷെ ഭയങ്കര ബിസി അല്ലേ, ഭയങ്കര സ്പീഡിൽ ഇങ്ങനെ കമന്റ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, നല്ല നല്ല കമന്റ്സ്, നല്ല നല്ല ഫീഡ്ബാക്കുകൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കല്ലേ. എന്തായാലും വളരെ നല്ല അടിപൊളി സെഷൻ ആയിരുന്നു. നമ്മുടെ ലൈഫില് ബേർഡ്സുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ദൈവത്തിന്റെ സൃഷ്ടിപ്പ് അങ്ങനെയാണ്. ഏതൊരു ഉറുമ്പിൽ നിന്നും നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ ലൈഫിൽ ഒരു തകർന്നു പോയ ഒരാള് ലൈഫിൽ സക്സസ് ആയിട്ട് വന്ന ഒരാളുടെ കഥകേട്ടാല്, അയാള് തകർന്നിരിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ആനിമൽ പ്ലാന്റ് ഏതോ ഒരു പ്ലാന്റ് കണ്ടിട്ട് അതിൽ നിന്ന് ഒരു സിംഹത്തിന്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെടുന്ന മാനിനെ കണ്ടിട്ടാണ് അയാള് സക്സസിലേക്ക് വന്നെന്നുള്ളൊരു ചരിത്രം ഏതൊരു മോട്ടിവേഷൻ ഇതിൽ കേട്ടിട്ടുണ്ടായിരുന്നു. ഇതുപോലെ നമുക്ക് മുന്നിൽ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾക്ക് ലൈഫ് സക്സസ് ആവാനുള്ള എല്ലാം നമ്മുടെ പ്രകൃതിയിൽ തന്നെയുണ്ട്. അതുപോലെ പക്ഷികൾ നമ്മുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടെ ആഡ് ഓൺ ചെയ്യാനുണ്ട്. പക്ഷികള് സന്ധ്യാസമയങ്ങളിൽ ഭക്ഷണം കഴിക്കാറില്ല എന്നൊരു അറിവുണ്ട്, സന്ധ്യക്ക് ശേഷം. അത് നമ്മുടെ അതൊരു നല്ല ലൈഫിലേക്ക് അറിവാണ്. കൊണ്ടുവന്ന് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ കഴിയും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മളുടെ ആ സമയത്ത് ഇപ്പൊ നമ്മളുടെ ലൈഫോ ഫാസ്റ്റ് ഫുഡും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൂടുതൽ നൈറ്റ് ഓൺ ഓൺ ആയത് കൊണ്ടാണ് നമുക്ക് ഇവിടെ ഹോസ്പിറ്റലുകളൊക്കെ വലിയ ഇതിലേക്ക് വരേണ്ട ആവശ്യം വന്നത്. പണ്ട് കാലത്തൊന്നും അങ്ങനെ ഇല്ലല്ലോ. ഈ പക്ഷികളെ പോലെ തന്നെയായിരുന്നു മനുഷ്യരും പണ്ട്. ഈ സന്ധ്യാസമയം ആകുമ്പോൾ വിളക്കൊക്കെ കണത്തി നമ്മൾ പോയി കിടന്നുറങ്ങി രാവിലെ നല്ല പൂർണ്ണമായിട്ട് എനർജിയോട് കൂടിയാണ് നമ്മൾ എഴുന്നേറ്റിരുന്നത്. ഇപ്പൊ അങ്ങനെയല്ല, നമ്മൾ എഴുന്നേൽക്കുന്ന സമയമൊക്കെ മാറി 12 മണി 11 മണിയിലേക്കൊക്കെ മാറി രാവിലെ. അപ്പോ എന്തായാലും ഞാൻ വെറുതെ ആഡ് ചെയ്യുന്നുള്ളൂ. ഒരുപാട് നല്ല അടിപൊളി സെഷൻ ആയിരുന്നു. നമ്മളെ ഒരുപാട് ഉണർത്തി നല്ല ചിന്തിക്കാനും ഒരുപാട് മനസ്സിലാക്കാനും പറ്റി. വിചാരിച്ചതിനേക്കാളും അപ്പുറമായിരുന്നു. ഇനിയും മാമിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. താങ്ക് യു. താങ്ക് യു സോ പിന്നെ മച്ച്. ഒരു കാര്യം കൂടെ പറയാനുണ്ട്.
മാമിന്റെ ലൊക്കേഷൻ വാങ്ങിച്ചിട്ട് ഇതുവരെ അങ്ങോട്ട് വരാൻ പറ്റിയിട്ടില്ല. സംഭവം ഞാനും അതാ മാമും നമുക്ക് തമ്മിൽ മീറ്റ് ചെയ്യണം. 2 കിലോമീറ്ററിന്റെ അടുത്ത് വ്യത്യാസമുള്ളൂ. തീർച്ചയായിട്ടും ഒരു ദിവസം വരും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹൂ ഡു ഐ നീഡ് ടു കണക്ട് വിത്ത് ഈ ദിവസങ്ങളിൽ അപ്പൊ നമുക്ക് എപ്പോഴെങ്കിലും തീർച്ചയായിട്ടും കണക്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച് സർ. സർ ആഡ് ചെയ്തതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നേരത്തെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതും നേരത്തെ കിടന്നുറങ്ങുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ ഹെൽത്തിന് നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പം പക്ഷികളിൽ നിന്ന് നമ്മളത് പഠിക്കുന്നുണ്ട്. ദാറ്റ് വാസ് എ ഗുഡ് ആഡ് ഓൺ. താങ്ക് യു സോ മച്ച് ഫോർ യുവർ കൈൻഡ് വേർഡ്സ് ആൻഡ് യുവർ ആഡ് ഓൺസ്. ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? ചെറുതായിട്ടാ കേൾക്കുന്നേ. ഇപ്പൊ ലിഫ്ന കേൾക്കുന്നുണ്ടോ? മാം ആണോ? ആരാണ് അല്ല അല്ല പറയുന്നത്? അല്ല മാം പറഞ്ഞോളൂ. അല്ല ഞാന് ഇന്ദിരയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. യെസ്, എല്ലാവരും ഇന്ദിര. പറഞ്ഞ പോലെ തന്നെ ഞാനും മാമിന്റെ ഈ ഒരു ക്ലാസ് കേൾക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. അതേപോലെ തന്നെ എനിക്ക് പറയാൻ വേണ്ടിയിട്ടും വെയിറ്റ് ചെയ്യായിരുന്നു. 6:46 കാരണം ഇത്രയും നല്ലൊരു സെഷൻ, നല്ലൊരു ടൈം വരെ നീണ്ടു നിൽക്കാന്ന് പറയുമ്പോൾ അത് ആ ഒരു ക്ലാസ് എടുത്തതിന്റെ ബെനിഫിറ്റും എല്ലാവർക്കും കിട്ടിയിട്ടുള്ള, എല്ലാവരുടെയും ചർച്ചയിൽ നിന്നും കിട്ടിയിട്ടുള്ള ഒരു പോസിറ്റീവ് എനർജിയും കൂടിയാണ്. ഞാൻ പറയാൻ വിചാരിക്കുന്നത് എന്താ വെച്ചാല്, ഈ ബേർഡ്സിനെ കുറിച്ചിട്ടൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാണുക കേൾക്കുക എന്നല്ലാണ്ട് കൂടുതലായിട്ട് നമ്മൾ അതിനെ കുറിച്ചിട്ട് നമ്മളെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഒരിക്കലും നമ്മുടെ അഭിലാഷ് സാറിന്റെ ഒരു ക്ലാസ് കേട്ടതിന് ശേഷമാണ് ഞാനും പിന്നെ ഇതുമായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യുന്നത്. നമ്മുടെ ലൈഫൊക്കെ അവരിൽ നിന്ന് തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട് എന്നുള്ള, ബേർഡ്സിൽ നിന്നൊക്കെ. അന്ന് സാർ ഈഗിളിനെ കുറിച്ചിട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഇന്ന് അതിലേറെ പക്ഷികളുമായിട്ട് മാം വന്നപ്പം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്, കുട്ടികൾക്ക് നമ്മൾ എന്തെങ്കിലും ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവര് ഒബ്സർവേഷന്റെ ഒരു സമയമാണ്. ഇപ്പൊ ഞാൻ തന്നെ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ട്. എൻ്റെ മോനൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ ഓരോ ആളുകളെ അല്ലെങ്കിൽ ഓരോ കുട്ടീനെ കുറിച്ചിട്ട് ഓരോരോ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് കൂടുതലായിട്ടും ഇതേപോലെ ആനിമൽസിന്റെ സർവൈവിങ്ങും അവരുടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ, ബേർഡ്സിന്റെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് അതായിരിക്കും കേൾക്കാനും കാണാനും ഇഷ്ടമുണ്ടാവുക. ഇപ്പം ഒരിക്കൽ ബസ് കാത്ത് നിൽക്കുന്ന സമയത്ത് കാക്ക കമ്പ് കുത്തി കൊണ്ടുപോകുന്നത് കണ്ടു മോൻ. അപ്പൊ എന്നോട് അതെന്തിനാ കമ്പ് കുത്തി? അപ്പൊ ഞാൻ പറഞ്ഞു അത് അവർക്ക് കൂടുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, അവർക്ക് വീട് വേണ്ടേ. അപ്പം അങ്ങനെ കുട്ടികൾക്ക് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാന് മനുഷ്യനെ മനുഷ്യനിൽ നിന്ന് തന്നെ പറഞ്ഞു കൊടുക്കാതെ നമ്മളുടെ ചുറ്റുപാടിൽ നിന്നും അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് കുറച്ചും കൂടിയും കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളതാണ്. അത് ഇന്നത്തെ ക്ലാസ്സോട് കൂടിയിട്ട് നമുക്ക് കൂടുതലായിട്ടും നമുക്ക് മനസ്സിലാക്കി തന്നു. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു മാമിന്റെ ഈ ഒരു ക്ലാസ്സിന്. അതേപോലെ തന്നെ കമന്റ് പറഞ്ഞിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല. അപ്പൊ ഇത്രയും സമയമായിട്ട് ഞാൻ വിൻബിളിനോടാണ് ഇപ്പൊ ഒരു താങ്ക്സ് പറയുന്നത്. കാരണം 6:48 അപ്പം ഇത്രയും ടൈം നമ്മളുടെ ഈ ഒരു ഫീഡ്ബാക്കിന് സമയം കൊടുക്കുമ്പോൾ അത് ഏറ്റവും നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അതിൽ നിന്നും എല്ലാവരുടെയിൽ നിന്നും ഒരുപാട് ഇൻഫർമേഷൻസ് നമ്മൾക്ക് കിട്ടുകയാണ്. അപ്പം കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല. ഇന്നത്തെ സെഷൻ വാസ് ഔട്ട്സ്റ്റാൻഡിങ്, സൂപ്പർ. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. Thank you so much, Indira ma'am, for your kind words. Really, it is മാം പറഞ്ഞത് വളരെ കാര്യമാണ്. പിള്ളേര് കുഞ്ഞുങ്ങളെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കണക്ട് ചെയ്ത് പഠിപ്പിച്ചു കൊടുത്താൽ അത് അവർക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ റിയലി ഹാവ് ദാറ്റ് ഇമ്പാക്ട് ഇൻ ദെയർ ലൈഫ് ആസ് എൻ അഡൽട്ട്. ഇതൊക്കെ അവര് ഇമ്പോർട്ടൻസ്, പ്രകൃതിയെ സംരക്ഷിക്കുന്നത് കൂടാതെ മറ്റ് ജീവജാലങ്ങളെ, പക്ഷികളെയും മൃഗങ്ങളെയും എല്ലാം സംരക്ഷിക്കുന്നതിനും അവരുമായിട്ട് ഒത്തൊരുമിച്ച് ജീവിക്കുന്നതിനും ഒക്കെ അവർക്കും ആ പാഠം കിട്ടും. മാം അത് എടുത്തു പറഞ്ഞത് താങ്ക് യു സോ മച്ച്. ആൻഡ് താങ്ക് യു ഫോർ യുവർ വേർഡ്സ് ഓഫ് അപ്രീസിയേഷൻ ആസ് വെൽ. സൂസൻ മാം, നമ്മള് ഒരു ഹോൺബിൽഡ് ക്ലാസ്സും കേട്ടിട്ടുണ്ടായിരുന്നില്ലേ? ഹോൺബിൽ എക്സാമ്പിള് അതും വളരെ കൂടൊക്കെ കെട്ടിട്ട് ഹസ്ബൻഡ് വൈഫ് മെയിൽ ഫീമെയിൽ പാർട്ട്ണർഷിപ്പിനെ കുറിച്ചിട്ട് അതും ഞാൻ ജസ്റ്റ് ഇപ്പൊ റീകളക്ട് ചെയ്തു. താങ്ക് യു. അവരങ്ങനെ കമ്മിറ്റഡ് ആണ് ഒരാളുമായിട്ടെന്നുള്ള ഇത് പ്രത്യേകം എടുത്തു പറഞ്ഞു. ആരാ ക്ലാസ് എടുത്തതെന്ന് ഞാൻ ഓർക്കുന്നില്ല. ബട്ട് യെസ്, ഐ ഡു റിമെമ്പർ ദാറ്റ്. താങ്ക് യു. അതുപോലെ ചന്ദ്ര മാം പറഞ്ഞ പോലെ സലിമലി പോലെ തന്നെ ഇന്ദുചൂടൻ ഇല്ലേ, നമ്മുടെ കേരളത്തിലെ പക്ഷികൾ എന്നുള്ള പുസ്തകം എഴുതിയ ഇന്ദുചൂടന്റെ കുറെ ആ ബുക്സ് വായിക്കുകയും പിന്നെ ഇന്ദുചൂടൻ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ ഞാനൊക്കെ അതില്
മെമ്പറാണ്. ഒരുപാട് പക്ഷി പ്രദർശനങ്ങൾ നടത്തുന്നുണ്ട്, പക്ഷികളുടെ ഫോട്ടോസ് ഒക്കെ ആയിട്ട്. കേരളം മുഴുവനുണ്ട്. വി കെ ശ്രീരാമന്റെ ഒക്കെ നേതൃത്വത്തില് എല്ലായിടത്തും അതിന്റെ പ്രദർശനം, പക്ഷി ഫോട്ടോസ്, അത് എല്ലാം ഇന്ദുചൂടനെ ബേസ് ചെയ്താണ്. ഞാൻ അതും ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഡീറ്റെയിൽ ഷെയർ ചെയ്യാം മാം, നിങ്ങൾക്കൊക്കെ ഇൻട്രസ്റ്റ് ഹേമലത മാം, നമുക്കൊരു സെഷൻ എടുക്കാം. നമുക്ക് ഇനിയിപ്പം ഫെബ്രുവരിയിലാണെന്ന് തോന്നുന്നു അല്ലേ സ്ലോട്ട് ഉള്ള സുജന മാം? അതെ അതെ. അപ്പൊ ഫെബ്രുവരി സ്ലോട്ടില് എനിക്ക് ജനുവരി 19 തൊട്ട് 31 വരെ എക്സാം ആണ്. അത് കഴിഞ്ഞോട്ടെ. ജനുവരി 31 കഴിഞ്ഞാൽ ഞാൻ ഫെബ്രുവരിയിലാണ് നമുക്ക് ഇനി സ്ലോട്ട് ഉള്ളത്. അപ്പം സ്ലോട്ട് ഓപ്പൺ ആകുമ്പോൾ നമുക്ക് നോക്കാം, ചെയ്യാം. കാരണം നമുക്ക് പുതിയ ആളുകൾ വരുമ്പം കുറെ പുതിയ അറിവുകൾ കിട്ടും. മറ്റേത് എടുത്തവരെന്നെ റിപ്പീറ്റഡ് ആയിട്ട് എടുക്കുമ്പോ വളരെ ഡിഫറൻസ് ആണ്. നമുക്ക് ചെയ്യാം ഫെബ്രുവരിയിൽ അതെ തീർച്ചയായും. അതെ, നമ്മളെപ്പോലുള്ള ആളുകളൊക്കെ ഒന്ന് മാറി നിന്ന് കൊടുക്കുക എന്നുള്ളതാ. അതൊന്നും അല്ല, നമ്മളിങ്ങനെ ആയി വരുന്നേ ഉള്ളൂ. എങ്കിലും നമുക്ക് പറ്റും. വാട്ടെവർ ഇറ്റ് ഈസ്, പുതിയ ആളുകളാകുമ്പോ എന്തായാലും പുതിയ ഇൻഫർമേഷൻ ആയിരിക്കും. അറ്റ്ലീസ്റ്റ് പുതിയ പെർസ്പെക്റ്റീവ് എങ്കിലും കേൾക്കാൻ പറ്റുമല്ലോ. പിന്നെ നമുക്ക് ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് വളരാനും കൂടെ പറ്റുമല്ലോ. ചെറിയ ഫോൾട്ട് ഒക്കെ ഇവിടെ ക്ഷമിച്ചു വെക്കോളും. അപ്പൊ പിന്നെ കുഴപ്പമില്ല. ഹേമലതമ്മ പറഞ്ഞ പോലെ ഇന്ദുചൂടൻ ഞാനിപ്പോ അടുത്ത് കണ്ടിട്ടെ. ഇപ്പൊ 10th-കാരുടെയൊക്കെ സ്റ്റേറ്റ് സിലബസിന്റെ ടെക്സ്റ്റ് ബുക്കിൽ ഇപ്പൊ ടെക്സ്റ്റ് ബുക്ക് മാറിയപ്പോ അവർക്ക് ബേർഡ്സിനെ കുറിച്ചുള്ള ഒരു പാഠം ഉണ്ട്. അതിൽ ഇന്ദുചൂടന്റെ ഉണ്ട്. അവർക്ക് അത് പഠിക്കാനുണ്ട്, എസ് ഒക്കെ. ഇപ്പൊ അപ്പോഴാണ് ഞാനിത് അറിയുന്നത് കേട്ടാ. അതിങ്ങനെ ടെക്സ്റ്റ് ബുക്ക് മാറി വന്നപ്പോ ആ ഒരു പാഠം വായിച്ചപ്പോഴാണ് അങ്ങനെയൊക്കെ ഉണ്ടെന്നൊക്കെ അറിയുന്നത്. ഈ കേരളത്തിലെ പക്ഷികളൊക്കെ ഒരുപാട് എനിക്ക് തോന്നുന്നു ഒരുപാട് വർഷം മുമ്പ്, 10-25 വർഷം മുമ്പൊക്കെ എൻ്റെ കയ്യിൽ ആ ബുക്ക് ഉണ്ട്. ഇപ്പോഴാണ് അത് വലിയ ചർച്ചകളിലേക്ക് വന്നിട്ട് അതൊരു അതിന്റെ ഗ്രൂപ്പുകളായി ഇന്ദുചൂടൻ ഫൗണ്ടേഷനും അങ്ങനെയൊക്കെ വന്നിട്ട് ഒത്തിരി ഡെവലപ്ഡ് ആ. പക്ഷികൾ ഇപ്പൊ എല്ലാവരും പഠിക്കുന്നുണ്ട് പക്ഷികളെ. സന്തോഷമുള്ള ഒരു കാര്യമാണ്. സൂസൻ മാം ഇന്ന് എടുത്ത ടോപ്പിക്കും വളരെ നന്നായിരുന്നു. താങ്ക് യു ഓൾ. മുമ്പ് നമുക്ക് ഹോൺബില്ലിന്റെ സെഷൻ എടുത്തത് അഭിരാം സർ ആയിരുന്നു. അഭിരാം സാറാ, ശരിയാ. ദാറ്റ്സ് റൈറ്റ്. അപ്പോ നമുക്കൊന്ന് പതുക്കെ വൈൻഡപ്പ് ചെയ്യാലേ എന്നാ? യെസ്, ഡെഫിനറ്റ്ലി. അപ്പോൾ എല്ലാവർക്കും നല്ല നല്ല ശ്രദ്ധയോടെ ഇത്രയും നേരം കേട്ടിരുന്നു, പ്രത്യേകിച്ച് ഈ ഒരു സമയം വരെയും വെയിറ്റ് ചെയ്ത് കമന്റ് പറഞ്ഞവർക്കും ശ്രദ്ധയോടെ കേട്ടിരുന്നവർക്കും ആഡ് ഓൺ ചെയ്തവർക്കും എല്ലാം എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അതുപോലെ നേരത്തെ നമുക്ക് ഈ പക്ഷികളിൽ നിന്ന് ഒത്തിരി പഠിക്കാനുണ്ടെന്നുള്ളത് നമ്മൾ പലരുടെ അഭിപ്രായങ്ങളിൽ കൂടി പല പല കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റി. സോ ദാറ്റ് ഈസ് വെരി ഗുഡ്. താങ്ക് യു സോ മച്ച്. ആൻഡ് പിന്നെ വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് മീ. ഈവൻ എൻ്റെ മോർണിംഗ് ഒരു ഗ്ലിച്ച് പറ്റിയതിൽ നിന്നൊക്കെ സപ്പോർട്ട്, നിങ്ങളുടെ എല്ലാ സപ്പോർട്ടോടു കൂടി അത് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഈശ്വരൻ സഹായിച്ചു. സോ ദാറ്റ്സ് വെരി ഗുഡ്. നിങ്ങളെ ഓരോരുത്തരുടെയും സപ്പോർട്ട് വിലയേറിയതാണ്. നേരത്തെ ഇവിടെ നമ്മൾ സംസാരിച്ച പോലെ എല്ലാവർക്കും ഇതുപോലെ സെഷൻസ് എടുക്കാൻ സാധിക്കട്ടെ. നേരത്തെ പറഞ്ഞിരുന്നില്ലേ, ഞങ്ങളുടെ സജ്ന മാം എന്തോന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഒരു ഏജിലുള്ളവരുടെയൊക്കെ കമന്റും ഫീഡ്ബാക്കും ഒക്കെ കേൾക്കാനും അതൊരു ഇൻസ്പിറേഷൻ ആണെന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾക്കും ഇത് നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ കൂടുന്നത് പ്രായഭേദമന്യേ എല്ലാവരിൽ നിന്നും ധാരാളം ഇൻസ്പിറേഷൻ കിട്ടുന്നുണ്ട്. സോ താങ്ക് യു വെരി മച്ച് ആൻഡ് താങ്ക് യു മോർണിംഗ് സർക്കിൾ. പിന്നെയും ബാക്കിയുള്ളവരുടെ ഫീഡ്ബാക്ക് ഒക്കെ ഗ്രൂപ്പിൽ ഇടുക. ഞാൻ ഈ PPT നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരാം. സോ താങ്ക് യു വെരി മച്ച്. Thank you. Good day Have a all. good day, everybody. Thank you, Yes. ma'am. Thank you. Yes. Thank you.